ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലെ നമ്മുടെ പ്രസംഗ വിഷയമൊന്നുമല്ല. ആ ആണ്ടിൽ ഇസഹാക്ക് ഗേരാറിൽ വിതച്ചു. ഗേരാറ് വരണ്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചിലരുടെയൊക്കെ സ്വഭാവം പോലെ വീടിൻ്റെ പരിസ്ഥിതി. ഒന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ മനസ്സൊക്കെ ഒരു വരണ്ടതാണെങ്കിൽ നിൻ്റെ ഭവനത്തിലും അതിൻ്റെ ഒരു വരൾച്ച കാണും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ മനസ്സൊരു കുളിർമയുള്ള മറ്റുള്ള ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന മനസ്സാണെങ്കിൽ നിൻ്റെ കുടുംബത്തിലും അതിൻ്റെ ഒരു തണുപ്പ് വെളിപ്പെടും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിരിക്കണം ഇന്ന് പകൽക്കാലം. അപ്പോൾ ഈ അപ്പൻ്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ മകൻ്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. അങ്ങനെ ആ അധ്യായം തുടങ്ങുന്ന വാക്യം അങ്ങനല്ലയോ? നിങ്ങൾ കണ്ടു ആരെങ്കിലും? അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അതൊന്ന് കുറിച്ചിട്ടോണം കേട്ടോ. ഏത് ഭക്തൻ്റെയും കുടുംബത്തിൽ ക്ഷാമം വരാം. അപ്പൻ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുത്തു. പക്ഷെ മോൻ്റെ കാലത്ത് പിന്നെയും ക്ഷാമം വന്നു. അവൻ്റെ മകനായ യാക്കോബിൻ്റെ കാലത്ത് തന്നെ വന്നു ക്ഷാമം വന്നു. അവൻ്റെ മകനായ യോസഫിൻ്റെ കാലത്ത് തന്നെ വന്നു ക്ഷാമം വന്നു. അങ്ങനെയാണെങ്കിൽ ക്ഷാമം ഏത് തലമുറയിലും വരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ എടുത്തു ചാടി സ്വന്തം ഒരു തീരുമാനമെടുക്കല്ല. ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് മിസ്രൈമിൽ പോകാൻ തീരുമാനിച്ചു. ദൈവം നേരിട്ട് ഇടപെട്ട് പറഞ്ഞു, മോനെ പോകല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യരുത്? പറഞ്ഞെല്ലാവരും പോകരുത്. ദൈവം നിന്നോട് പോകരുതെന്ന് പറഞ്ഞാൽ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ നീ അത് പിന്നെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് അനുസരണമുള്ള അപ്പൻ്റെ മകനായിരുന്നത് കൊണ്ട് അവനും അനുസരിച്ചു. അവൻ പോയില്ല. ദൈവം പറഞ്ഞു, നീ ഗേരാറിലേക്ക് പൊക്കോ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നിൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച ആ ദേശം ഞാൻ നിനക്ക് തരും. ഇവൻ അവിടെ ചെന്നു, അവിടെ പാർത്തു. വരണ്ട് കിടക്ക്. എങ്ങനെ കിടക്കാണ്? അവനൊരു തൂമ്പാക്കിയെടുത്ത്, എൻ്റെ പാവനയാണ്, ഇനി ഇസഹാക്കിന് തൂമ്പ കൊണ്ടെന്ന് ചോദിച്ചു നാളെ വിഷയം ഉണ്ടാക്കല്ല. ഹല്ലേലൂയ. അവൻ തൂമ്പാക്കിയെടുത്ത് രാവിലെ കിളയ്ക്കാൻ ഇറങ്ങിയപ്പോൾ നാട്ടിൽ ഇറങ്ങി, ഈകളെന്നോ വട്ടന. എന്നിട്ട് ഇവിടെ വരണ്ട ദേശമാണെന്നറിയാതെ അയാൾ എങ്ങാണ്ട് ഒന്ന് കയറി വന്നും വെച്ചുകൊണ്ട് ഇവിടെ കിളയ്ക്കുക. സ്തോത്രം. അത് രാവിലെ തൊട്ട് വൈകോളം അയാൾ കിളയ്ക്കുന്നു, കട്ട ഉടയ്ക്കുന്നു, നിരത്തുന്നു. ഭയങ്കര പരിപാടി. കണ്ടവരെല്ലാം പറഞ്ഞേക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. സ്തോത്രം. കാരണം അവിടെ വിതച്ചവൻ്റെ ഒന്നും വിത്ത് മുളച്ചിട്ടില്ല. സ്തോത്രം. പക്ഷെ അവൻ ആ വരണ്ടയിടത്ത് എന്ത് ചെയ്തു? വിത്ത് വിതച്ചൊരല്ലേ പറഞ്ഞേ. 25 വർഷം വരണ്ട ഗർഭപാത്രത്തിൽ അവൻ പുറത്തു വന്നേ. വരൾച്ചയെന്ന് പുറത്തു വന്നവന് ഈ വരൾച്ചയൊന്നും വലിയ വിഷയമല്ല. ഹല്ലേലൂയ. 24 വർഷം വരണ്ട് കിടന്ന ഗർഭപാത്രത്തിൽ നിന്നാണ് അവൻ വെളിയിൽ വന്നതെങ്കിൽ ഗേരാറിന്റെ വരൾച്ച അവന് വിഷയമല്ല. അവൻ അവിടെ വിതച്ചു. ഹല്ലേലൂയ. നാട്ടുകാരും ഒക്കെ ഇപ്പോൾ മഴയും മഞ്ഞും ഒന്നും ഇല്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഗിദെയോൻ വിരിച്ച തോലെ മാത്രം എന്തോ ചെയ്തു? മഞ്ഞ് പെയ്തു. പരിസരത്തെങ്ങും. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അബ്രഹാമിൻ്റെ സ്വന്തം മകനെ യാഗപീഠത്തിൽ വെച്ചുകൊടുത്ത അബ്രഹാമിനെ, പ്രൈസ് ദി ലോർഡ്, തലമുറ വിതച്ചപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു അവൻ ആ വിതച്ചെടുത്ത് മാത്രം മഞ്ഞ് പെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ദൈവത്തിന്റെ കൃപയെ പെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാക്കാലങ്ങളിൽ
മഞ്ഞ പാർത്തു. സ്തോത്രം. നിന്ദിച്ചവനും അപമാനിച്ചവനും വട്ടെന്ന് വിളിച്ചവനൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇതങ്ങ് പൊട്ടിക്കിളുത്തു. സ്തോത്രം. പൊട്ടിക്കിളുത്തത് 100 മേനി. എല്ലാവരും പറഞ്ഞേ, തുടക്കത്തിലൊരു ദൂത് പറയുകയാണ്, ചില കൂടാരങ്ങൾക്കകത്തൊരു 100 മേനിയുടെ വിളവ്. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. വരണ്ട ജലമണ്ഡലങ്ങളിൽ ഇനി ഒരു ഉയർപ്പില്ലെന്ന് ശത്രു വാദിച്ച മേഖലകളിൽ റബൽ കനാദര ഹല്ലേലൂയ റിസീവ് ചെയ്യണം ഇന്ന് പകൽ. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിന്റെ അകത്തുനിന്ന് രാത്പകൽ ഹല്ലേലൂയ ഒരു മഞ്ഞ പാർക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് ഗേരായിലുള്ള ആരും കണ്ടില്ല, രാജാവ് കണ്ടില്ല, ജനം കണ്ടില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ അറിയാം അവിടെ മഞ്ഞിറങ്ങി. വിളവ് എത്രയെന്നറിയാമോ? 100 മേനി വിളഞ്ഞപ്പോൾ ഈ വട്ടാന്ന് വിളിച്ചവനെല്ലാം കൂടെ മടക്കിക്കൂത്തഴിച്ചിട്ട്, അവിടെ മടക്കിക്കൂത്തുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ തിരുവനന്തപുരം പ്രതീക്ഷിച്ച് പറയാണേ. സ്തോത്രം. ഒക്കെ അഴിച്ചിട്ട് അവൻ്റെ മുമ്പ് വന്ന് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമുണ്ട്. ഇങ്ങനൊന്നും കൈയടിച്ചാ പോരാ. ഹല്ലേലൂയ. ദൈവം കൊടുത്ത വിടുതൽ കണ്ടപ്പോൾ അപമാനിച്ചവൻ പറയുകയാണ്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്. ഈ പകൽ ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, വിരൽ ചൂണ്ടിയവരുടെ മുമ്പിൽ, അപവാദം പറഞ്ഞവരുടെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ധൈര്യത്തോട് പറയും, എൻ്റെ കൂടെ ദൈവമുണ്ട്? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു 100 മേനി വിളവുണ്ട്. സഭയോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, കുടുംബങ്ങളോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഒരു 100 മേനിയുടെ ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്താൻ നോക്കുന്നവരുടെ മുമ്പിൽ മരുഭൂമിയെ കിളച്ച് വിതച്ചവന്റെ വിത്ത് 100 മേനി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 100 മേനി വിളഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി, പുറമെ ഒന്നും കാണുന്നില്ലെങ്കിൽ ആഴത്തിൽ വെള്ളം കിടപ്പുണ്ട്. ആഴത്തിൽ എന്തുകൊണ്ട്? വെള്ളം കിടപ്പുണ്ട്. അവൻ നോക്കിയപ്പോൾ അവൻ്റെ അപ്പൻ പണ്ട് അതുവഴി പോയ ചാല് കണ്ടു. ഹലോ, അവളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇസഹാക്കില്ലാതിരുന്നപ്പോൾ, സാറ മാത്രമുള്ളപ്പോൾ, എലയാസർ എൻ്റെ അനന്തര അവകാശിയാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നിരാശപ്പെട്ട് നടക്കുമ്പോൾ നടന്നു പോയ വഴികളിലൊക്കെ ഓരോ കുഴി മൂടിയേക്കുന്നു. ഹല്ലേലൂയ. മൂടിയ കുഴിയൊക്കെ ആത്മാവുള്ളവൻ കണ്ടു. എടാ, പ്രാർത്ഥിക്കുന്നവനെ തലമുറയ്ക്ക് ചില തകർച്ചകളെ കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുകയാണ്, മൂടിപ്പോയ ചില വിഷയങ്ങൾ, മൂടിപ്പോയ ശത്രു മണ്ണിട്ട് മൂടിയ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവർ ഈ പകൽ ദൈവത്തെ ആരാധിക്കണം. ശത്രു മണ്ണിട്ട് മൂടിയ ചില മണ്ഡലങ്ങളെ ആത്മാവുള്ളവൻ ഈ പകൽ ആഴത്തിൽ കുടിക്കാൻ പോകുകയോ. ഹല്ലേലൂയ. എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമായി. വിത കിട്ടി 100 മേനി കൊയ്തെടുത്തപ്പോൾ പിറ്റേ വർഷം വിതയ്ക്കാനുള്ള പരിപാടിയല്ല. അവൻ തീരുമാനിച്ചു ഈ ആഴത്തിലെ മണ്ഡലം ഒന്ന് കണ്ടെത്തണം. ഹല്ലേലൂയ. അവൻ അങ്ങോട്ട് പോയി അപ്പൻ ഒന്നുകൂടെ കുഴിച്ചപ്പോൾ അടിയിൽ എന്ത് കിടക്കുക പറ. പക്ഷെ ഇപ്പൊ കാണാനൊക്കുന്നില്ലാണ്. ശത്രു എന്തിരിക്കുക? നിന്റെ പല നന്മയും ആഴത്തിലുണ്ട്, പക്ഷെ ദൂട്ടൻ മണ്ണിട്ട് മൂടിയേക്കുക. ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്, മണ്ണിട്ട് മൂടിപ്പോയ ദൈവദാസനെ
പ്രാർത്ഥിച്ചു ഉപവസിച്ചും കരഞ്ഞും കണ്ടെത്തി കുഴിച്ച് ഉറവ കണ്ടെത്തിയത്. അസൂയ കൊണ്ട് മൂടാൻ നിൽക്കുന്ന കുറെ വ്യാപാരമുണ്ട്. ഇന്ന് പകൽക്കാലം പേടിക്കരുത്. മൂടാൻ നിൽക്കുന്നവനെ കണ്ട് പേടിക്കരുത്. ആത്മാവ് ആഴത്തിൽ ഇടപെടുകയാണ്. മൂടുന്നവന്റെ കൈ കുഴയും, മൂടുന്നവന്റെ കൈ കുഴയും, കുഴിക്കുന്നവന്റെ കൈ കുഴയത്തില്ല. അവൻ കുഴിച്ചുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് കുഴിച്ചു, വെള്ളം കണ്ടു, പെരുസ്യ മണ്ണിട്ട് മൂടി. വഴക്കുണ്ടാക്കാൻ പോയില്ല, മൂടിയോ കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചു. അങ്ങോട്ട് മാറി രണ്ടാമതൊന്ന് കുഴിച്ചു, വെള്ളം കണ്ടു, അതും ശത്രു വന്ന് മൂടി. കുറച്ചുകൂടെ മാറി ഇടക്കിടക്കുകയല്ലേ സ്ഥലം, മിണ്ടുന്നില്ല. തിരുവനന്തപുരത്ത് ഇവിടെ മാത്രമല്ലല്ലോ, ഇത് 2 ജില്ലയാക്കാൻ പോകാം. നെയ്യാറ്റിൻകര ജില്ല വേറെ, തിരുവനന്തപുരം വേറെ. സ്ഥലം കിടക്കുകയല്ലേ. കുഴിക്കാൻ തൂമ്പായും കൂന്താലിയും ഉണ്ട്. കുഴിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി കുഴിക്കും. കുഴിക്കാൻ അറിയാവുന്നതിന് വിഷയമല്ലെന്ന് ആത്മാവ് ആഴത്തിൽ ഇടപെടുകയാ. ഹല്ലേലൂയ. മൂടുന്നവൻ വരട്ടെ, അവൻ 1-2 മൂടും, പിന്നെ അവൻ കുഴയും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ചിലതൊക്കെ കുഴയാൻ പോകുകയാ. മൂടുന്നവനെ കുഴച്ചിട്ട് കുഴിക്കുന്നവനെ മാനിക്കാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ നന്മകളെ ചിലത് പിശാചു മണ്ണിട്ട് മൂടിയെങ്കിൽ ദൈവം അങ്ങോട്ട് മാറി പുതിയതൊന്ന്. ഓ ശബ്ദ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. അവൻ അങ്ങോട്ട് മാറി ഒന്നുകൂടെ കുഴിച്ചു, പെരിസർ മൂടാൻ വന്നില്ല. എനിക്കൊരു ചെറിയ ചോദ്യം, കുഴിച്ചോനാണോ ക്ഷീണിച്ചത്, മൂടിയോനാണോ ക്ഷീണിച്ചത്? പ്രൈസ് ദി ലോർഡ്. മൂടുന്നോൻ ക്ഷീണിക്കും, കുഴിക്കുന്നോൻ ക്ഷീണിക്കത്തില്ല. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? 1-2 മൂടിപ്പോയി എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്നു. 1-2 ശത്രു മൂടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നീ പുറകോട്ട് മാറല്ലേ. അപ്പുറത്ത് നിന്നെ നോക്കി ചില മണ്ഡലങ്ങൾ ഇരിപ്പുണ്ട്. ദൈവം വീണ്ടും തുറക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. അവന് വളരെയധികം ആടുകളും മാടുകളും കഴുതകളും ദാസീദാസന്മാരും ബഹുസമ്പത്തും അവന് ഉണ്ടായി. സ്തോത്രം. അപ്പോൾ ഇവരുടെ അസൂയ ഒന്നുകൂടെ കൂടി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നന്മ വർദ്ധിക്കുന്നു എന്ന് കണ്ടാൽ, നിന്റെ സഭ വളരുന്നു എന്ന് കണ്ടാൽ, നിന്റെ മിനിസ്ട്രി ഡെവലപ്പ് ആകുന്നു എന്ന് കണ്ടാൽ, നിന്റെ കണ്ണുനീരിന് മറുപടി കിട്ടി തുടങ്ങി എന്നറിഞ്ഞാൽ, ഹല്ലേലൂയ, അസൂയ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് നീ പേടിച്ചോടുകയോ ഒന്നും ചെയ്യല്ല. ഹല്ലേലൂയ. മിസ്രൈമിൽ പാൻ തുടങ്ങിയപ്പോ പോകണ്ടടാ മോനെ, ഇവിടെ നിൽക്ക്, ഞാൻ ഇവിടെ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞ ദൈവമാണ് പറഞ്ഞെങ്കിൽ 1-2 പെരിസിനെ കണ്ട്, 1-2 മൂടുന്നവനെ കണ്ട് നീ പേടിച്ചോടല്ലേ. നീ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിന്നെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ നിനക്കിടമുണ്ടാക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പരക്കം പായിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ചില പോരുകളെ ഇന്ന് പകൽ എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ വെട്ടിമാറ്റുകയാണ്. ചില അടിസ്ഥാനങ്ങൾ ദൈവാത്മാവി പകൽ വെട്ടിക്കളയുകയാണ്. ഓ റബലമനക ശബ്ദരാജന. ഉപവാസം കഴിയുമ്പോൾ കാതിലത് കേൾക്കും. ദൈവത്തിന്റെ കരം ചലിക്കുന്നത്.
ഓ റബലാദ രജാന ഗരഗദ രവൈഡ ഗരിബല ബരൗഷ സബ്ദര. ഓ ഏറ്റെടുക്കുന്നവർ കരം നന്നായിട്ടടിച്ച്. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ചല്ലേലൂയ പറയല്ല, തോറ്റല്ലേലൂയ പറയല്ല. ഞാൻ വെളുപ്പിനെ 5 മണി വരെ യോഗമായിരുന്നു, ഒട്ടും കണ്ണടച്ചിട്ടില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചിലരെ ഈ കണ്ണടയ്ക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളെന്നെ ഉറക്കി വിടല്ലേ. ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ ദേവദാസൻ ക്രമീകരിച്ചെടുത്ത് ഞാൻ പോയി കിടന്ന് എന്ത് ചെയ്തോളാം അല്ല. പക്ഷേ യോഗത്തിനകത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യരുത്. അപ്പോൾ നിങ്ങളൊരു ഹല്ലേലൂയ പറയുവാണെങ്കിൽ അത് ഹല്ലേലൂയ ആയിരിക്കണം, അത് ആത്മാവിലുള്ള ഹല്ലേലൂയ ആയിരിക്കണം. ഈ പട്ടണത്തിന് ചില പോര് ഇന്ന് പകൽ ദൈവം ഇളക്കും. ഇന്ന് പകൽ ചില അടിസ്ഥാനങ്ങളെ ദൈവം മറിക്കും. അങ്ങനെ നിങ്ങളോട് പറയാൻ ദൈവം എന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഈ സാധ്യതയുള്ളത് കൊണ്ടാണ് ശത്രു നമുക്കെതിരാകുന്നത്. എന്തുള്ളതുകൊണ്ടാ? എല്ലാവരും പറഞ്ഞേ. നിന്നിലൊരു സാധ്യതയുണ്ടെന്ന് ശത്രു കണ്ടാൽ. നിങ്ങൾ നോക്കിയേ, ഈ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ രാജാവ് നമ്മുടെ BD സതീശൻ സാറാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല സാറാണ് രണ്ടാമത്തെ ആഭ്യന്തരം. ഇതൊന്നും പറഞ്ഞ് വിഷയം ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞത് രാജാവാണ് ഒന്നാമത്തെങ്കിൽ രണ്ടാമത്തെ ആഭ്യന്തരം ഭരിക്കുന്ന ആളാണ് ആര്? ഹാമാൻ. അപ്പോൾ ഹാമാൻ വരുന്നത് ഗേറ്റ് കീപ്പറാണ് മൊർദെഖായി. അയാളോട് വടക്കുണ്ടാക്കാൻ പോകണോ? അല്ല, എനിക്ക് ചോദിക്കാൻ വേണ്ടി. ഇവിടെ വടക്കുണ്ടാക്കുവാണെങ്കിൽ അടുത്ത മന്ത്രിയില്ലേ, അല്ല ഇപ്പുറത്ത് മുൻ മുഖ്യമന്ത്രി ഇരിപ്പില്ലേ? ഈ ഗേറ്റ് കീപ്പറോടാണ് നിനക്കൊരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണ്ടേ വടക്കുണ്ടാക്കാൻ പാ. ഹലോ, അല്ല നമ്മുടെ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് വേണ്ടേ വടക്കുണ്ടാക്കാൻ പാ. ഇത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ വാതക്ക് നിൽക്കുന്ന പാറാവുകാരോട് വടക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇനി ഇഷ്ടമില്ലെങ്കിൽ ഇവനെ വയനാടിന് സ്ഥലം മാറ്റിയാൽ പോരെ? അല്ല എനിക്ക് ഹലോ അല്ല ഈ ഗേറ്റ് കീപ്പറെ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം കാറ് ഇങ്ങനെ നമ്പർ ചുമന്ന ബോർഡൊക്കെ വെച്ച് നമ്പർ 1 അടിച്ച് വരുന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറക്കാൻ മടിക്കുവോ സല്യൂട്ട് അടിക്കാൻ മടിക്കുന്നത് ഇവനെ നേരെ വയനാടിന് വിട്ടാൽ പോരെ? അല്ലെ അട്ടപ്പാടിക്ക് വിടത്തില്ലേ? അതിന് ഇവനോട് വടക്കുണ്ടാക്കാൻ പോകണം. ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? അല്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യം, ഹാമാനെ പോലെ വലിയ പദവി ഇരിക്കുന്ന മനുഷ്യൻ വാതിൽ കാവൽക്കാരനോട് വടക്കുണ്ടാക്കാൻ പോവാം. ഹലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹാമാൻ നീ എന്തിനാ അവിടെ വടക്കുണ്ടാകുന്നത്? അതെ, ഞാൻ പോകുമ്പോഴും വരെ ഇവനിലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവൻ വെറും ഗേറ്റ് കീപ്പറല്ല, എന്നെ അട്ടിമറിക്കാനുള്ളൊരു കൃപ ഇവൻ്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. ഇവൻ വിചാരിച്ചാൽ എൻ്റെ സ്ഥാനം വരെ പോകുന്ന കൃപ ഇവൻ്റെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. സാധ്യതയുള്ളവനെതിരായിട്ട് ഹാമാന്യ ശക്തി എഴുന്നേൽക്കുന്നതെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ആരോടും വിഷയമില്ല. പക്ഷെ പട്ടണത്തിന് നടുവിൽ ഉറക്കെ കരയുന്നവനെ കുറിച്ച് പിശാചിനറിയാം, ഇവനിലൊരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ സാധ്യത വെളിപ്പെട്ടു വരികയാ. ചില നിയോഗങ്ങൾ, ഈ യോഗം ആശീർവാദം പറയും മുമ്പേ ചില നിയോഗങ്ങൾ ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇങ്ങനെ പോയാൽ നമ്മൾ വേറൊരു നിലയിലേക്ക് അങ്ങ് പോകുന്നത് കൊണ്ട് ഞാനൊരു വചനമൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ കുറിപ്പടി പോലെ നോട്ടൊക്കെ കുറിച്ചുകൊണ്ട് വന്നേക്കുക. പക്ഷെ അവിടെ അങ്ങ് തൊടാനൊക്കെ ഒന്നും തോന്നുന്നില്ല. ഞാൻ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ചില പ്രത്യക്ഷതകൾ യോഗന്നാൻ ഉണ്ടായതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് വന്നേക്കുന്നത്. പറയാൻ ഒക്കുവാണെങ്കിൽ പറയാം. എങ്കിലും ഞാൻ ആഗ്രഹിച്ചൊക്കെ കൊണ്ടുവന്നൊരു വാക്യമായതുകൊണ്ട് അല്ലേ പറയും. പുള്ളി ഇപ്പോൾ പ്രായമായ പിന്നെ വേദോത്സവം ഒന്നും വായിക്കാതെ പ്രസംഗിക്കുന്നത്, പഴയ ഓർമ്മയെന്ന് വല്ലതൊക്കെ പറയുക.
എന്ന് പറയാതിരിക്കാൻ ഞാനും പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിയാൻ നമുക്കൊരു വാക്യം വായിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷമുള്ള ശ്രേഷ്ഠകരമായൊരു മഹത്വ പ്രത്യക്ഷതയാണ് നമ്മളിവിടെ വായിച്ചത്. ആ പ്രത്യക്ഷതയ്ക്ക് തന്നെ 10 സവിശേഷതകളുണ്ട്. എന്തുണ്ട്? 10 സവിശേഷതകൾ. 1, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലാണ് ഈ പ്രത്യക്ഷത. 2, പ്രത്യക്ഷപ്പെട്ടവൻ നിലയങ്കി അണിഞ്ഞിരിക്കുകയാണ്. 3, നിലയങ്കി അണിഞ്ഞവൻ്റെ മാറത്ത് ഒരു പൊൻകച്ചയുണ്ട്. 5, വെളിപ്പെട്ടു വന്നവൻ്റെ തലയും തലമുടിയും ഹിമം പോലെ വെണ്മയാണ്. 5, അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. 6, അവൻ്റെ കാല് രണ്ടും ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വെള്ളോടിന് സദൃശ്യം എന്ന് പറയും. വെള്ളോടെന്ന് പറഞ്ഞാൽ കാണാൻ പോലും കൊള്ളത്തില്ല. വെള്ളോട് കണ്ടിട്ടുണ്ടോ? യേശുവിൻ്റെ കാല് വെള്ളോടല്ല, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട് സദൃശ്യം. അപ്പോൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ അത് കൂട്ടി പറയണേ. അല്ലാതെ നമ്മുടെ കർത്താവ് ഈ വഴിയിലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന വെള്ളോടിനുള്ള കാലുള്ള അന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ വരുന്നുണ്ട്, നമുക്ക് പറയാം. എങ്കിലും അപ്പോൾ 6ാമത്തെ കാര്യം, കാലുകൾ രണ്ടും ഉലയിൽ ചുട്ടുപഴിപ്പിച്ച, അതേലൊക്കെ പറ്റിയാൽ ഏത് സാധനവും കരിഞ്ഞു പോകുന്നേ. ഇനി അണലി അല്ല ഏതാന്ന് പോലെ ആ ചുട്ടുപഴുത്ത് നിൽക്കുകയല്ലേ, അതിലങ്ങ് മുട്ടിയാൽ മതി. ഷൂന്നൊരു ശബ്ദം, ദോശക്കല്ലേ വെള്ളം വീഴുന്നവരിരിക്കും. നിന്റെ നടുവ് വെളിപ്പെട്ടവൻ ആരാന്ന് അറിഞ്ഞു വേണം നീ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് വരുന്നുണ്ട്. 7 അവൻ്റെ ശബ്ദം. തിരുവനന്തപുരംകാർ ഹല്ലേലൂയ പറഞ്ഞതിൻ്റെ കൂട്ടല്ല, റാന്നിക്കാരുടെ കൂട്ടുമല്ല. നല്ല സ്തോത്രം പറഞ്ഞേ. പെരുവെള്ളത്തിൻ്റെ, കേട്ടിട്ടുണ്ടോ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ? ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നിന്നാൽ മതി. അവിടെ വരെ ഇപ്പം വണ്ടിക്കൂലി റാന്നി പെരുന്തേനരുവി വന്നാൽ അത് ഞങ്ങളുടെ അടുത്ത്. ഹലോ. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം. 8ാമത്തെ കാര്യം, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം. 9, അവൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള വാൾ. 10, അവൻ്റെ മുഖം സൂര്യനെ വെല്ലുന്ന ശോഭയുള്ള മുഖം. നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ അതിപ്രധാനപ്പെട്ട 6 പ്രത്യക്ഷതകൾ യോഹന്നാന് ഈ പുസ്തകത്തിലുണ്ടായി. ഈ 6 പ്രത്യക്ഷതകളും 6 നിലയിലാണ്. 6 പ്രത്യക്ഷതയിലൂടെ 50 കാര്യങ്ങൾ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി. നമുക്കതിലൂടെ പഠിപ്പിച്ച് വരുമ്പോൾ പകലത്തെ യോഗം ഒരു 3 മണിക്കകത്ത് നിർത്തുകയും വൈകിട്ടത്തെ യോഗം നമുക്ക് ഒരു 11-12 മണിക്കകം നിർത്തി നാളെ രാവിലത്തെ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കിയിട്ട് ഞാൻ പോകുന്നതായിരിക്കും. സന്തോഷമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുക ഉറക്കമില്ലാത്തവന് പോലും എന്ത് ചെയ്യും? ഉറക്കം വരും. കാരണം പിശാചിൻ്റെ തലയെ വെട്ടുന്ന കാര്യമായതുകൊണ്ട് ഞാനിവിടെ വന്നത് കഥ പറഞ്ഞേച്ച് പോകാനൊന്നുമല്ല, പട്ടണത്തിൻ്റെ പോരിനെ വെട്ടണം. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ആധിപത്യം പുലർത്തുന്ന ചില മേഖലകളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തീ പോലെ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ.
ഏതാണ്ട് AD 95 ധന്യനായ യോഹന്നാൻ എന്ന സ്വാഭാവിക മരണം വരിച്ച ഭക്തനായ അപ്പോസ്തലൻ ഈ പ്രത്യക്ഷതകൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള ശിഷ്യന്മാരൊക്കെ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദിശയിൽ തന്നെ രക്തസാക്ഷികളായി മാറ്റപ്പെടുകയുണ്ടായി. നീറോ ചക്രവർത്തിയുടെയും ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിൽ സഭയ്ക്ക് 10 പീഡനങ്ങളുണ്ടായി. എന്തുണ്ടായി? 10 പീഡനങ്ങളുണ്ടായി. ഈ പീഡനകാലത്തിൻ്റെ അത്യുച്ച കോടിയിലാണ് വെളിപ്പാട് പുസ്തകം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കെതിരെ ഉണ്ടായ അതിശക്തമായ പീഡനത്തിന് നടുവിലാണ് നമുക്കെല്ലാം പ്രയോജനകരമായിരിക്കുന്ന ഇനി മേലാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചോദിക്കുന്നവരോടെല്ലാം സ്വർഗം പറഞ്ഞു, ഇനി മേലാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതാണ് വെളിപ്പാട് പുസ്തകം. അല്ലേ പറഞ്ഞേ? അപ്പൊ ഇനി എന്നോ സംഭവിക്കുന്നറിയാൻ വേണ്ടി ഒരു പ്രവാചകന്റെ അടുക്ക പോയി മുട്ടുകുത്തണമെന്നില്ല. വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. AD 54-58 കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 40,000-ത്തിലധികം ആളുകൾ മൃഗീയമായി കൊല്ലപ്പെടുകയും 4 ലക്ഷത്തിലധികം ഭക്തന്മാർ രക്തസാക്ഷികളാകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളിങ്ങനെ AC ഒക്കെ ഇട്ട് സംവിധാനമൊക്കെ ഒരുക്കിയിരിക്കുമ്പോൾ വില കൊടുത്ത കുറേ പിതാക്കന്മാരുണ്ട്. ഇപ്പം പിള്ളേർക്ക് പാഷം കയറിയപ്പം പറയുന്നത് അന്ന് പിതാക്കന്മാർക്ക് അബദ്ധം പറ്റിയെന്നാണ്. സ്തോത്രം. ഇത് അബദ്ധം പറ്റിയ കേസല്ല കേട്ടോ. അങ്ങനെ ആർക്കേലും തോന്നിയാൽ വൈകിട്ട് യോഗത്തിന് വരല്ല. ഇത് അബദ്ധം പറ്റിയ കേസല്ല. ഇത് ഹല്ലേലൂയ. ഇതുപോലെ ശ്രേഷ്ഠമായതൊന്നും വേറെ ഇല്ല. വിശ്വസിക്കുന്നവർ മാത്രമാ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നോട് ഈ ദിവസങ്ങൾ ഒരു കൺവെൻഷൻ പ്രസംഗകൻ എന്നുള്ള നിലയിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചിലരൊക്കെ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം 5 മിനിറ്റ് അച്ഛാൻ പറയണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാൻ ഇപ്പം പറഞ്ഞ തിരക്കാണ്, പറയാൻ സമയമില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛാൻ പറഞ്ഞിട്ട് വേണം അവർക്ക് ഇനി അത് ഇടാനായിട്ട്. എങ്കിലും ഞാൻ പറയാണ്, ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കുന്ന നല്ല അല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതുവരെ നീ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ഒരു 80 കഴിഞ്ഞ് വർത്തമാനം പറയാതിരിക്കുന്നതാണ്. ഇനി ആര് വന്നതിനെ കൊണ്ട് കുത്തി പറയാൻ നോക്കിയാലും മിണ്ടാതിരുന്നാൽ നല്ലതാണ്. അല്ലല്ലേ പറഞ്ഞേ? മിണ്ടി നാട്ടുകാരുടെ ചീത്ത കേൾക്കുന്നതിനെക്കാട്ടി മിണ്ടാതിരുന്ന് സ്വോത്രം പറയുന്നത് നല്ലേ. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ആവേശത്തോടെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കണ്ട. നമ്മുടെ പിതാക്കന്മാർക്ക് അബദ്ധം പറ്റിയിട്ടില്ല. അല്ലല്ലേ പറഞ്ഞേ? നല്ല സ്വോത്രം ഈ പകൽ പറയണം. ഹല്ലേലൂയ. അവർ കണ്ടെത്തിയത് ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. മൂവായിരം പേരെ മുക്കി പൊക്കിയ പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. നല്ല നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന കൊച്ചിനെ വീട്ടിൽ ചെന്നിട്ട് മോളെ എഴുന്നേക്കടി എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ച പത്രോസ് തലകീഴായി. അമ്മയുടെ വയറ്റി വെച്ച് പിശാച് കെട്ടിയ മുടന്തൻ കെട്ട് പുറത്ത് വന്നു കഴിഞ്ഞുകൊണ്ട് അമ്മയുടെ വയറ്റി വെച്ചുകൊണ്ട് 2 വഴിക്കാനാണ് ഞങ്ങളെ ആക്കിയേക്കുന്നത്. നീ ജനിക്കുന്നതിന് മുമ്പേ കെട്ടിയതായാലും നീ ജനിച്ചു കഴിഞ്ഞ് കെട്ടിയാലും അഴിക്കാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഏത് കെട്ടിനെയും അഴിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ അവനെ തലകീഴായി ക്രൂശിച്ചു. ഈ പിള്ളേരെല്ലാം വിശന്നിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ പറഞ്ഞ ഉടനെ അതിൻ്റെ സംവിധാനത്തിന് വേണ്ടി ഒരു കൊച്ചൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊണ്ട് കൊടുത്തു. പീലിപ്പോസിനെ പോലെയുള്ള പത്രോസിനെ പോലെയുള്ള നല്ല ശിഷ്യന്മാരെ യേശുവിനെ കൊണ്ട് കൊടുത്തു. സഭയിൽ ആത്മാക്കളെ കൊണ്ടുവന്ന അന്ത്രയോസിനെ അഗായിൽ വെച്ച് ക്രൂശിച്ചു. സ്തോത്രം.
നമ്മുടെ ബർത്തിലോമായിയെ തീക്കകത്തിട്ട് കരിച്ചു കൊന്നു. നമ്മുടെ ചെറിയ യാക്കോബിനെ ഗദ കൊണ്ടടിച്ചു കൊന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇടിമക്കൾ ഒരുവനായ യാക്കോബിനെ ഈർച്ചവാൾ കൊണ്ട് തടിയറക്കുന്ന പോലെ അറുത്തു കൊന്നു. ഇത് വില കൊടുത്ത പ്രസ്ഥാനമാകട്ടോ. ഇപ്പം വന്ന നിനക്കൊന്നും പിടികിട്ടത്തില്ല. ഇത് ചോര കൊടുത്ത് നേടിയ പ്രസ്ഥാനമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നീ ഇന്ന് പുറമേ കാണുന്ന ഒന്നുമല്ല സഭ എന്ന് പറയുന്നത്. ഇതിന്റെ പുറകിൽ വില കൊടുത്തവരുണ്ട്, വില കൊടുത്തവരുണ്ട്. 80-96 കാലഘട്ടത്തിൽ ഡൊമിനിഷൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരിക്കത്തില്ല. ഇനി നിങ്ങളാരും യേശുവിനെ കയറി ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ എന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്ന ഡൊമിനിഷനായി എന്നെ വിളിച്ചോണം, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ എന്ത് വിളിക്കുന്നു അത് ഡൊമിനിഷനെ വിളിക്കണം. അവൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. പിശാചിന്റെ ഓരോ ആഗ്രഹമേ വാസ്തവത്തിൽ ഇവനെ ആരാധിക്കാനാക്കിയതാണ്. ഇവൻ ആരാധിച്ചൊക്കെ നിന്നിരുന്ന ഇന്നും അവൻ എന്ത് ചെയ്യായിരുന്നു? ആരാധിക്കും. അവനിങ്ങനെ രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മറച്ച്, രണ്ടുകൊണ്ട് മുഖം മൂടിയൊക്കെ നിന്ന് അടിച്ച് പൊളിച്ച് നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ചുമ്മാ ഒരു ചിന്ത, എനിക്ക് ദൈവമാണ്, ദൈവമായാലും ദൈവത്തെ പോലെയാണ്. ഹലോ, എനിക്ക് അവനിരിക്കുന്ന കസാറയിലൊന്ന് പറ. പലരുടെ ആഗ്രഹം അവനിരിക്കുന്ന കസാര ഇരിക്കണമെന്നാണ്. നിങ്ങൾ എന്നോട് ഉണ്ടോ? ഈ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞാൻ പോവാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് കലങ്ങുമൊന്നും ചെയ്യരുത്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്നതാണ്. ഞാൻ ചെന്നാൽ ഉടനെ പിതാവിനോട് പറഞ്ഞ് പിതാവ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾക്ക് അയച്ചു തരും. അവിടെ നിങ്ങൾ ഈ യെരൂശലേം വിട്ട് എങ്ങോട്ടും ഇവിടെ തന്നെ കാത്തിരിക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. ശക്തി കിട്ടിക്കഴിയുമ്പോൾ എന്താ പറഞ്ഞത്? ആത്മാവ്. മറിയ ചോദിച്ചാൽ അതെങ്ങനെ സംഭവിക്കും? ഒറ്റ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നേരിടും. രണ്ട് കാര്യം, ശക്തിയും ആത്മാവ് ഒന്നിച്ചു വരുമ്പോൾ പുതിയതൊന്നും ജനിക്കും. ഇത്രയുള്ള കാര്യം. ഇന്ന് പകലും അതെങ്ങനാന്ന് ചോദിക്കുന്ന വിഷയത്തിന് അത്യുന്നതന്റെ ശക്തിയും ദൈവത്തിന്റെ ആത്മാവ് ഒന്നിച്ചിറങ്ങിയാൽ അത് ഇന്ന് പകൽ ജനിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവര് ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. പക്ഷെ ഇതിനു മുമ്പുള്ള പ്രസംഗത്തിന്റെ മുഖ്യ ഭാഗവും ദൈവരാജ്യമായിരുന്നു. എന്തായിരുന്നു? കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതും പ്രസംഗിച്ച് അവസാനിപ്പിച്ചതും ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്നാന്ന് ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു 10-40 ഉപമകൾ പറഞ്ഞു. ദൈവരാജ്യം, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. പോകുന്ന വഴിക്ക് കുറച്ച് വഴി വീണു, കാക്ക കൊണ്ടുപോയി. കുറച്ച് മുള്ളിനിടെ വീണു, മുള്ളി ഞെരുക്കി. കുറച്ച് പാറപ്പുറത്ത് വീണു, വെയിലടിച്ചുണങ്ങിപ്പോയി. കുറച്ച് നല്ല സ്ഥലത്ത് വീണു, അത് 100 മേനി. അതാ ദൈവരാജ്യം. ഇവർ കേട്ട് കൈയടിച്ചൊക്കെ പോയതിനും വൈകിട്ട് ചോദിച്ചു അതെന്തുവായിരുന്നാ പറഞ്ഞ്. നമ്മുടെ അതേ സ്വഭാവമായിരുന്നു. അവിടൊന്നും മിണ്ടുന്നില്ല. എല്ലാം കേട്ട് കൈയടിച്ച് ഗ്ലോറിയെല്ലാം പറഞ്ഞ് ആത്മാവിലൊക്കെ ആയി. വൈകിട്ട് ചോദിച്ചു, കർത്താവ് ആ വിത്ത് വിതച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം. അതൊരു മനുഷ്യൻ കടുക് കണ്ടു. എന്നോ കണ്ടു? കടുക് കണ്ടു. വല്ലപ്പോഴും കാണണേ, നമ്മൾ ഈ വലിയത് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ വല്ലപ്പോഴും കടുകൊക്കെ എന്ത് ചെയ്യണം? അതിനകത്തൊരു സാധ്യതയുണ്ടെന്ന്. നീ നിസ്സാരമെന്ന് പറഞ്ഞ കടുകിനകത്ത് ഒരു സാധ്യതയുണ്ട്. സ്തോത്രം പറഞ്ഞേ. നീ അങ്ങ് തള്ളിക്കളയല്ലോ, അത് കടുകല്ലേ എന്ന് തള്ളിക്കളയല്ലേ. അതിനകത്ത് ഒരു സാധ്യതയുണ്ട്. അതും ഒരു വൃക്ഷം പോലെ വളരാൻ മതിയായതാ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതൊരു മനുഷ്യൻ കണ്ടു. അതൊരു മനുഷ്യൻ കണ്ടു. അവൻ എടുത്തോണ്ട് പോയി തൻ്റെ വയലിട്ടു. അത് കെടുത്തു, ഒരു വൃക്ഷമായി.
അതിൻ്റെ ചുവട്ടിൽ ആളുകൾ വന്ന് തണല് പറ്റിയിരുന്നു. അതാ ദൈവരാജ്യം. ഇവർക്കൊന്നും മനസ്സിലായില്ല, നമുക്കൊന്നും. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. അവൻ വിതച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് പണികാരി വന്നപ്പോൾ വിത്തും കളയും കൂടെ ഒന്നിച്ച് കിളുത്തേക്ക്. അതാ ഇപ്പം സഭയ്ക്ക് പറ്റിയൊരു കുഴപ്പം. രണ്ടും കൂടെ കിളുത്ത് വരിക. ഏതാന്ന് ഒരു പിടിയും കിട്ടത്തില്ല. കളയും കൈയടിക്കും, വിത്തും കൈയടിക്കും. സ്വോത്രം പറയണം, സ്വോത്രം പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടും കൂടെ ഒന്നിച്ച് വളരുകയാ. അപ്പോൾ അവർ വന്ന് ചോദിച്ചു, കർത്താവേ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചേ? പിന്നെ ഇന്നലെ നമ്മൾ മത്തായി 16:17 പ്രസംഗിച്ചു. മിനിഞ്ഞാന്ന് വന്നാൽ ലൂക്കോസ് 36:14 പ്രസംഗിച്ചു. അല്ല 14:36 പ്രസംഗിച്ചു. അതിന് മുമ്പേ അന്ന് പുള്ളി യെഹെസ്കേലിൽ നിന്ന് പ്രസംഗിച്ചു. എല്ലാം നല്ല വിത്താണ്, ഒന്നും മിണ്ടുന്നില്ല. 21 ദിവസമായിട്ട് നല്ല വിത്ത് തന്നെ വിതച്ചോണ്ടിരിക്കുകയല്ലേ. ഒടി വന്ന് ഈ പുള്ളി കുളമാക്കിയെന്ന് പറയല്ലേ. നല്ല വിത്തിനിടയ്ക്ക് എന്നോ കയറി വന്നു. അപ്പം പറഞ്ഞ് ഈ വിതച്ചോൻ പോയി സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങി. വിതച്ചോൻ എന്ത് ചെയ്യരുത്? പറഞ്ഞ എല്ലാവരും, വിതച്ചോൻ എന്ത് ചെയ്യരുത്? ഉറങ്ങല്ല. ഉറങ്ങിയപ്പോൾ ശത്രു വന്ന്, എപ്പോഴേ ശത്രു വിതയ്ക്കൂ? അതാ വിഷയം. വിതച്ചവൻ ചുമ്മാ ഉറങ്ങല്ല, വിതച്ച ഒരു ജാഗ്രത വേണം. ഹല്ലേലൂയ. അവസരം കിട്ടിയാൽ നിന്റെ വിതയ്ക്കകത്ത് കളവിതറാൻ നോക്കി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് നീ ആത്മാവിൽ ഒരു ഉണർവ് പ്രാപിക്കാൻ ദൈവാത്മാവ് സഭയോട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളെന്നാ ഒരു കാര്യം ചെയ്യാം, അത് പോയി അങ്ങ് പറിക്കാം, കള പറിക്കുന്നത് പറഞ്ഞ് സമയം വൈകി. കാരണം കളയും വിത്തിൻ്റെയും വേര് തമ്മിൽ അങ്ങ് ഒന്നിച്ച. സ്തോത്രം. ഈ ഒരു കള സെക്രട്ടറിയുടെ ഉപ്പാപ്പൻ്റെ കൊച്ചുമോന, ഒരു കള ടെഷാറിൻ്റെ നാത്തൂന, മിണ്ടുന്നില്ല. ഒരാൾ പാസ്റ്റർ അങ്കിളിൻ്റെ കൊച്ചുമോന, അടുത്ത കള ഗസ്റ്റ് പാസ്റ്ററുടെ കസിന. ചുരുക്കി പറഞ്ഞ പറിച്ച ഗസ്റ്റ് പാസ്റ്ററും പോവും, അസിസ്റ്റൻറ്റും പോവും. അതുകൊണ്ട് നിൽക്കട്ടെ, നിർത്തിയേക്കുക. ഗുണമുണ്ടായിട്ടൊന്നുമല്ല, വെട്ടാത്തത് തമ്പുരാന്റെ പരിപാടിയാ. നല്ല സ്വോത്രം ഈ പകൽ പറയണം. മനസ്സലി കൊണ്ട് നിർത്തിയേക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ മടങ്ങി വന്നോണം. ഇല്ലെങ്കിൽ കൊയ്ത്തിന് അരിവാള് വെക്കാൻ കൽപ്പിക്കുന്ന ദിവസം വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങളായിട്ടാണ് ഒന്നും ചെയ്യുമ്പോൾ നിങ്ങളോടൊരു പ്രയാസം വരും. നിങ്ങളായിട്ട് നീ പറിക്കാനും മാറ്റാനും ഒന്നും വളരട്ടെ. എല്ലാവരും പറഞ്ഞേ, വളരട്ടെ. അതാ നല്ലപോലെ പറഞ്ഞ വളരട്ടെ. കർത്താവ് പറഞ്ഞു, മോനെ, കൊയ്ത്ത് വരുന്നുണ്ട്. കൊയ്ത്ത്. അന്ന് ഞാൻ കൊയ്ത്തിന്റെ യജമാനൊരു കൽപ്പന കൊടുക്കും. ഹല്ലേലൂയ. പട്ടണത്തിൽ സഭയ്ക്കെതിരെ അണിയറയിൽ കുരുത്തു വരുന്ന ചില കളകളെ പറിക്കാൻ കൊയ്ത്തിന്റെ യജമാനന് ദൈവ കൽപ്പന കൊടുക്കുമെന്ന് ആത്മാവ് ഈ പകൽ പ്രവചിക്കുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ചിലതിനെയൊക്കെ തമ്പുരാൻ കൈകാര്യം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. അപ്പൊ കള പറയാണ്, അങ്ങനൊന്നും പറിക്കാനും നോക്കത്തില്ല. ഞങ്ങൾക്ക് ചോദിച്ചപ്പോൾ മന്ന തന്നു, ഞങ്ങൾ ചോദിച്ചപ്പോൾ കാട തന്നു, ഞങ്ങൾ ചോദിച്ചപ്പോൾ പാറയിലെ ഒറിജിനൽ മിനറൽ വാട്ടർ തന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രാത്രിയിൽ അഗ്നിസ്തംഭം, പകലിൽ മേഘസ്തംഭം, ഞങ്ങൾ പറഞ്ഞപ്പോൾ സൂട്ട് കോട്ട് ഉടുപ്പ് ഒന്നും പഴകിയില്ല, ഞങ്ങൾ പറഞ്ഞപ്പോൾ ഷൂവ് ചെരുപ്പ് ഒന്നും പോയില്ല. ഒരല്ലേ പറഞ്ഞേ? പറഞ്ഞു, മോനെ, അതെല്ലാം മേടിച്ചു, അതെല്ലാം എൻ്റെ ഒരു ഗിഫ്റ്റാണ്. മഞ്ഞക്കാടുള്ളവനും വെള്ളക്കാടുള്ളവനും ഞാൻ റേഷ്യം കൊടുക്കും എന്നും പറഞ്ഞ് നീ എല്ലാം അവിടെ കനാലിലെത്തുമെന്ന് വിചാരിക്കല്ലേ. അവിടെ 2 പേരെ എത്തത്തുള്ളൂ. ഇതെല്ലാം ദൂതാ കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇവിടെ മഞ്ഞ കിട്ടിയതല്ല കുഞ്ഞെ വിഷയം, നീ അവിടെ ചെല്ലുമോ എന്നുള്ളതാ വിഷയം. ഇന്ന് പകൽക്കാലം നിന്നെ ആക്കിയത് ഒരു കളയായിട്ടിരിക്കാനല്ല, ഒരു നല്ല ഫലമായി തീരാനാ. ആത്മാവിൽ പ്രതികരിക്കുന്നവര് ഒന്ന് പ്രതികരിച്ചോ. ഇതൊരു വിടുതലിന്റെ പകലാണ്.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രസംഗ വിഷയം മുഴുവൻ ദൈവരാജ്യം. ഒരു മനുഷ്യൻ വല വീശാൻ പോയി, വല നിറഞ്ഞ് മീൻ കിട്ടി, അവൻ മരക്കാരയ്ക്ക് വലിച്ചു കേട്ടിട്ട് നല്ലത് മാത്രം കൊട്ടക്കത്, മറ്റേതെല്ലാം കൂടെ കടലിൽ തള്ളി. അതാണ് സ്വർഗരാജ്യം. ഇത് എവിടെയെങ്കിലും ഉള്ളത്തൊന്നും നിൽക്കണ്ടേ, ഇതിങ്ങനെ അങ്ങ് പോവാ, ദൈവരാജ്യം പോവാ. ഒരു മനുഷ്യൻ വയലിൽ പണിയാൻ പോയി, അവനൊരു നിധി കണ്ടെത്തി, മറച്ചിട്ടേച്ച് വീട്ടിൽ പോയി തനിക്കുള്ളതെല്ലാം വിറ്റേച്ച് വന്ന് അത് സ്വന്തമാക്കി. അതാ ദൈവരാജ്യം. ഇത് വിറ്റേ തുടങ്ങിയ കേസ് ഇതിങ്ങനെ കിടക്കുക, എന്നെ പിടികിട്ടാൻ. അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് മൊത്തം എന്താണ് ദൈവരാജ്യം. എല്ലാവരും പറഞ്ഞ്. അപ്പൊ പത്രോസ് ചോദിച്ചാട്ടെ, ഈ ദൈവരാജ്യം വരുമ്പോൾ എല്ലാം വിട്ടനുഗമിച്ച എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 12 ഏക്കർ തോട്ടവും ഇവിടെ 2 ഫ്ലാറ്റും പിന്നെ ലൂലു മാൾ പോലെ സ്വന്തമായിട്ട് 2 മാളും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടാ തോന്നുന്നത്. ഒരു കാലിപ്പടക് ഒരു വലയുള്ളായിരുന്നു. പക്ഷെ പറയുന്നതൊക്കെ കേട്ടാൽ ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്നോ കിട്ടും. കർത്താവ് വിഷമിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ 12 പേരും എന്നോടൊപ്പം 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രത്തെ 12-നെയും ന്യായം വിധിക്കും. ഓ, ഇനി എന്നോ കേൾക്കാനാ? എടാ, ചുമ്മാ മീൻ പിടിക്കാൻ നടന്ന് എന്നെ ന്യായാധിപനാക്കുമെന്ന് സ്വോത്രം പറഞ്ഞില്ല. അച്ഛാ, സെൻട്രോ ലോക്കലോ ഒക്കെ ആണെങ്കിൽ ശ്രമിക്കാം. ഇത് സെൻട്രൽ ആക്കുമെന്നോ ലോക്കലാക്കുമെന്നോ ജനറൽ ആക്കുമെന്നല്ലേ പറഞ്ഞേ, നിന്നെ ന്യായാധിപനാക്കുമെന്ന്. അത് എൻ്റെ ഒപ്പം കസാര സിംഹാസനത്തെ ഇരുന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇവരുടെ മനസ്സിൽ 2 കാര്യം. എന്തൊക്കെയാ? ഒന്ന് ദൈവരാജ്യം പറഞ്ഞേ, 2 സിംഹാസനം. ദൈവരാജ്യം, സിംഹാസനം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ഉയരത്തിൽ ശക്തിക്കായിട്ട് കാത്തിരിക്കാൻ. അവർ കാത്തിരിക്കാൻ ചെന്നപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണ്? ദൈവരാജ്യം, 12 കസാര, ഇസ്രായേലിനെ 12-നെയും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 12-നെയും ന്യായം വിധിക്കുന്നു. ഇതെല്ലാം കണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു കസാരയിൽ ആളില്ല. 12 കസാരയുണ്ട്, 11 കസാരയിൽ പാറ. അപ്പം ഇവരാദ്യം ചെയ്ത് കസാര ഫില്ല് ചെയ്യായിരുന്നു. അന്നും ഇന്നും പരിപാടി കസാര ഫില്ല് ചെയ്യും. എടാ, സഭയെ വിളിച്ചത് കസാര ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാനല്ല, ചീട്ടിട്ടൊരാളെ അവിടെ കയറ്റിയിരുത്താനല്ല. നല്ലപോലെ ആരാധിക്കണേ ഈ പകൽ. നിനക്ക് അഭിഷേകം തന്നെ കസാരയിൽ ആളിനെ ഇരുത്താനല്ലെന്ന്. ഓ വിശ്വസിക്കുന്നവർ ഈ പകൽ നന്നായിട്ട് ആരാധിക്കണം. ഹല്ലേലൂയ. ഓ, ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആത്മാവിനെ പ്രാപിക്കാൻ പോയി കാത്തിരുന്നവര്. ഓ, ഇവരോട് കർത്താവ് പറഞ്ഞു, മക്കളെ പോയി തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞേ, ചീട്ടിടാൻ പറഞ്ഞു. ഇല്ല. അപ്പൊ പത്രോസിന്റെ ഗ്രൂപ്പിൽ ഒരു ഗവൺമെന്റ്. അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, നിന്നെയൊക്കെ കൃപയെ കൊണ്ടുവന്ന് ഞാനാ. പുള്ളിയുടെ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പ്. ഹലോ, ഇപ്പൊ 2 മന്ത്രിസഭ ഒരു സ്റ്റേറ്റിൽ. എന്നാ പ്രാപിക്കാനിരുന്നതാ? യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടം വിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ പിതാവിനോട് പറഞ്ഞു വാക്തത്വം നിങ്ങൾക്ക്. ഏത് വാക്തത്വം? യോവേലി പറഞ്ഞ വാക്തത്വം. അന്ത്യകാലത്ത് ഞാൻ സകല ഇടത്തിൻ്റെ മേലും ആ പിതാവ് പറഞ്ഞ വാക്തത്വം നിങ്ങൾക്ക് തരും. അന്ന് പിതാക്കന്മാർ ദർശനങ്ങൾ കാണും, യൗവനക്കാർ പ്രവചിക്കും. ഒരലിയ പറഞ്ഞേ, അന്ത്യകാലത്ത് ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ പിതാവ് പറഞ്ഞ വാക്തത്വം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പക്ഷെ ഇവരുടെ തലയ്ക്കകത്തെല്ലാം കയറിയിരിക്കുന്ന എന്തോ തിയോളജി പറഞ്ഞായിരുന്നു, ദൈവരാജ്യം. എല്ലാവരും പറഞ്ഞേ, ദൈവരാജ്യം. പുള്ളി ആ ദൈവരാജ്യം വരുന്നു. യേശു ഇങ്ങനെ രാജാവായിട്ട് നടക്കിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ആരാണ്? രാജാവ്. ഭൂരാജാക്കന്മാരിൽ അധിപതി താൻ മാത്രം. അവൻ്റെ അപ്പുറത്ത് ഞങ്ങൾ 6 പേര്, ഇപ്പുറത്ത് 6 പേര്, 12 പേര്. ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരാൾ ആഭ്യന്തരം, ഒരാൾ ധനകാര്യം, ഒരാൾ അല്ലെങ്കിൽ മറ്റു കാര്യം എല്ലാം പറഞ്ഞ് 12 ഇരിക്കുന്നു. ഞങ്ങൾ നാട്ടുകാരെ എല്ലാം പാറ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക വരാൻ. പക്ഷെ ഇവരിവിടെ ചീട്ടിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ അതിൽ നിന്ന് കീറിക്കളഞ്ഞേ. നിന്നെ സഭയ്ക്കകത്തോടുന്ന് ചീട്ടിട്ടുകൊണ്ടിരിക്കാനല്ല, ഇടപെടുക. ദൈവം ഇടപെടുകയാണ്.
നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്ന് ചീട്ടിട്ടോണ്ടിരിക്കാനല്ല. ഇതൊന്നും ദൈവത്തിന്റെ പദ്ധതിയല്ലടാ കുഞ്ഞേ, അതൊക്കെ പിശാചിന്റെ പരിപാടിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പദ്ധതി നിന്നെ അടുത്ത തലമുറയിൽ ശക്തനായിട്ട് ഉപയോഗിക്കാനാ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസ് ഇത് പ്രാപിച്ചിട്ട് വേണം നമ്മുടെ ആ കാരാഗ്രഹത്തിൻ്റെ 1, 2, 3 പൂട്ടെല്ലാം കൂടെ പൊളിച്ച് വെള്ളത്ത് ഇരുമ്പ് കയറ്റും പൊളിക്കാൻ. അത് ഇവന് അഭിഷേകം കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഈ പൗലോസിന് അഭിഷേകം കൊടുത്തിട്ട് വേണം നമ്മുടെ മറ്റേ ആ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിന് അടിത്തറയല്ല എന്ത് ചെയ്യാൻ, ഇളക്കാൻ. അവനിവിടെ ചീട്ടിട്ടോണ്ടിരിക്കുക. നീ ഇന്ന് പകൽ അതെല്ലാം മാറ്റിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പ്രാർത്ഥിച്ച്. എത്ര പേര് പ്രാർത്ഥിക്കുന്ന പകൽക്കാലം? 20ാമത്തെ പകൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ പകൽ ഒരു നിയോഗത്തിന് വേണ്ടി ദൈവം നിന്റെ മേലൊരു ശക്തി അയക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇവൻ്റെ ആഗ്രഹം അവന് കിട്ടിയ കസാറയല്ല ഇവന് കിട്ടും. അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കസാറ കയറി ഇരിക്കും. ആര് പറഞ്ഞതാ? അല്ല, ദൂതൻ പറയുക. ലൂസിഫർ ആകാൻ പോവാ. അവൻ എന്നേരം മര്യാദയ്ക്ക് ചിന്തിക്കാതിരുന്നെങ്കിൽ ദൂതനായിട്ട് തന്നെ ഇരുന്നേനെ. അവൻ എപ്പോഴും പറന്ന് ആരാധിക്കായിരുന്നു. ഹലോ, ഇത് ചിന്തിക്കുമ്പോൾ അവൻ ആരാണ്? ദൂതനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തമ്പുരാന് ഇവന്റെ ഈ പറന്നുള്ള ആരാനെ നോക്കി അകത്തെ ചിന്തയാ നോക്കി. ചിന്ത അകത്ത് വരികയും ഒറ്റവെട്ട് ചിറകാറും കൂടെ അരിഞ്ഞുപോയി. എടാ, ഒരു വെട്ടിനെ ഉള്ളി കേസെല്ലാം. ഹല്ലേലൂയ. ഇതെല്ലാം ഒറ്റ വെട്ടിന് 6 ചിറകും പറഞ്ഞു പോയി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ നീ ദൈവത്തെ സ്തുതിച്ചോടം കേട്ടോ. ഒന്നും കണ്ടു നീ പേടിക്കരുത്. ഹല്ലേലൂയ. മനസ്സിൽ പോലും നിനക്ക് വിരോധമായി വരുന്ന ചിന്തകളെ വിവേചിച്ചിട്ട് പ്രവർത്തിക്കാൻ കരുത്തുള്ള ഒരു മഹാ ദൈവം ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനമെല്ലാം ഇന്നുകൊണ്ട് തീരത്തില്ല കേട്ടോ. എൻ്റെ ദൈവദാസനെ കാനത്തുള്ള ഒരു ജോർജ് പാസ്, നമ്മുടെ മോൻ്റെ കൂടെയൊക്കെ പാടുന്ന ലാലു, കോട്ടയം പാമ്പാടി ലാലുവിൻ്റെ ഫാദറിലോ ജോർജ് പാസ്, അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസന്. ഞാൻ ഈ അടുത്ത ദിവസം ആ മനുഷ്യനെ പരിചയപ്പെട്ടു. ലാലുവിനെ നേരത്തെ തൊട്ടറിയാം, പക്ഷേ തൻ്റെ ഫാദറിലോ എനിക്ക് അങ്ങനെ നേരത്തെ പരിചയമില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു രാത്രി വിളിച്ചു പറഞ്ഞു, ഒരു കൺവെൻഷന് വരണം. ഞാൻ നോക്കുമ്പോൾ ഡേറ്റ് ഉണ്ട്, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സാക്ഷി പറയാൻ പാഷ അവസരം തരണം, അത് കഴിഞ്ഞേ പ്രസംഗിക്കാവൂ. ഞാൻ പറഞ്ഞു, പാഷയുടെ യോഗമല്ലേ, പാഷ സാക്ഷി പറയുമോ? എന്നിട്ട് അങ്ങനല്ല, പാഷ അനുവദിച്ചാലേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് 3 ദിവസം കൺവെൻഷൻ ഉണ്ട്. അന്നേരം ഒന്നും പുള്ളിക്ക് എന്ത് ചെയ്യണ്ട, സാക്ഷി വേണം. ഞാൻ ചെന്ന ദിവസം പുള്ളിക്ക് സാക്ഷി വേണം. ഞാൻ പറയാൻ പറഞ്ഞു. പുള്ളി സാക്ഷി പറയാൻ കാരണം, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം ഒരു വീട്ടിൽ പോയി ഭാര്യയും തൻ്റെ മകളുടെ കുഞ്ഞും കൂടെ, മകൾ അഡ്വക്കേറ്റാണ്, മകളുടെ കുഞ്ഞും കൂടെ ചേർന്ന് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് കയറി വന്ന് തൻ്റെ കാറിൽ കയറി ഇരുന്ന് കീ ഇടാൻ തുടങ്ങുമ്പോൾ കീ കയ്യിൽ നിന്ന് പതുക്കെ താഴെ പോയി കൊടുത്ത് കയ്യും താഴെ പോയി. ഉടനെ കാല് പോയി, എൻ്റെ ബലം പോയി. ഉടനെ മുഖം അങ്ങോട്ട് തിരിഞ്ഞിടത്തോട്ട് തന്നെ തിരിഞ്ഞിരുന്നു. ചെറിയും കൂടി 1 സെക്കൻഡ് കൊണ്ട് മുഖം കോടി, ചെറി കോടി, കൈ കുഴഞ്ഞു, കാല് കുഴഞ്ഞു, വണ്ടിയിലിരിക്കുക. അപ്പം ഭാര്യ പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഡോറ് തുറന്നപ്പോൾ പുള്ളിയുടെ ഒരു വശം മൊത്തം പെട്ടെന്ന് സ്ട്രോക്കായി. ആ വണ്ടിയെ തന്നെ താഴത്തെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന പുള്ളിയെ പുഷ്പഗിരി കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴത്തേന് ബ്രെയിനകത്ത് ഞരമ്പുകൾ പൊട്ടി ബ്ലഡിനകത്ത് കിടക്കുക. പിന്നെ പല ഓർഗൻസിന് പ്രശ്നങ്ങളായി. ദീർഘമായ ചില ദിവസങ്ങൾ മാർച്ച് 17 മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭം വരെ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ കിടന്നാൽ ഇങ്ങനെ കുറച്ച് നാളൂടെ കിടക്കാമെന്നേ ഉള്ളൂ, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി,
നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് എന്ത് ചെയ്തു? വിട്ടു. ഇപ്പം വീട്ടിൽ കിടക്കുകയാണ്. മറ്റുള്ളവർ ആഹാരം ഇങ്ങനെ ലിക്വിഡായിട്ട് ട്യൂബിലൂടെയൊക്കെ ആഹാരം കൊടുക്കുന്നു. ആ ചെറിയ തന്നെ കോടി തന്നെ ഇരിക്കുന്നു, മുഖം കോടിയിരിക്കുന്ന, കയ്യും കാലും സ്വാധീനമില്ല. അങ്ങനെയായ പരസഹായത്തോടെ ജീവിക്കുന്ന ആ മനുഷ്യൻ ആ വീട്ടിൽ കിടക്കുമ്പോൾ ഈ ലാലു പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി യൂട്യൂബിലെ പ്രസംഗം എല്ലാം കൊണ്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജൂലൈ മാസമായി. മാർച്ച് 17 കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അവരെ കിടക്കുക. ജൂലൈ മാസത്തിൽ എന്നോ എവിടെയോ പറഞ്ഞ എൻ്റെ ഒരു മെസ്സേജ്, 25 വർഷം ശുശ്രൂഷ എപ്പസോസിൽ പൂർത്തീകരിക്കുമ്പോഴാണ് ഡൊമിനിഷ്യൻ യോഹന്നാനെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തോ ശ്രമിച്ചത്? ശുശ്രൂഷ പ്രയോജനപ്പെടുമ്പോൾ ചില ഡൊമിനിഷ്യന്മാർക്ക് അസൂയുണ്ടാവും. പിന്നെ അവരുടെ ലക്ഷ്യം കൊല്ലണമെന്ന്. സ്തോത്രം. അതിനവർ ആദ്യം വിഷം ചേർത്ത് കൊടുത്തു. അതേറ്റില്ല. സ്തോത്രം. ഹാനികരമായ യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. ഒരു ദോഷം പറഞ്ഞു, ഒരു സ്തോത്രം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തിളച്ച എണ്ണയ്ക്കകത്ത് എന്ത് ചെയ്തു? മുക്കിപ്പൊക്കി. മുക്കിയോൻ്റെ കൈ പൊള്ളിയതല്ലാതെ യോഹന്നാൻ്റെ ദേഹത്ത്, കാരണം യോഹന്നാൻ്റെ ദേഹത്ത് തീയെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്ന് വീണ തീയല്ലേ. ഇവിടുത്തെ ഒരു തീക്കും അതിനെ ജയിക്കാനൊക്കത്തില്ല. നല്ല സ്തോത്രം. നിന്റെ അഭിഷേകത്തെക്കുറിച്ച് ഈ പകൽ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇത് രണ്ടുമായിട്ടും തകർക്കാൻ ഒക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മൂന്നാമത്തെ പദ്ധതിയാണ് നാട് കടത്തുക. പിശാച് ഒന്നും ഒത്തില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയും. സഭയിൽ നിന്ന് ഓടിക്കും, നാട്ടിൽ നിന്നും ഓടിക്കും. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നെങ്കിൽ ഓർത്തോണം, ഒരു മഹത്വ പ്രത്യക്ഷത നീ കാണാൻ പോകുക. ഒരു മഹത്വത്തിന്റെ പ്രത്യക്ഷത നീ കാണുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രസംഗിക്കുന്ന 25 വർഷം എന്ന് പറഞ്ഞത് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഒരു ചെറിയ വിഷയമാണ്. 25 വർഷമെന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് ഈ സ്ട്രോക്ക് വന്ന ശുശ്രൂഷയുടെ 25ാമത്തെ വർഷമാണ്. തൻ്റെ സ്ട്രോക്ക് ആകാത്ത കാതിൽ അത് കേട്ടു. ഒരു കാതെങ്കിലും ശരിയാണെങ്കിൽ ബാക്കി ഒക്കും കേട്ടു. നല്ല അല്ലേ പറയണം? നിന്റെ ഒരു കാതെങ്കിലും ശരിയാണെങ്കിൽ ബാക്കി ഇന്ന് പകൽ വചനം വരുമ്പോൾ ശരിയായിക്കോളും കേട്ടോ. ഹല്ലേലൂയ. അവിടെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് കേൾക്കാൻ ചെവിയുള്ളവൻ എന്ന് പറഞ്ഞ അവിടെ ആർക്കും ചെവിയില്ലെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. നിന്റെ അപ്പൻ എൻ്റെ വാക്ക് കേട്ടു. നിന്റെ അപ്പൻ എൻ്റെ അതായിരുന്നൊരു ഗുണം, ഒരു ക്വാളിറ്റി. ദൈവം എന്നാ പറഞ്ഞാലും കേൾക്കും. ദൈവം എന്നാ പറഞ്ഞാലും. മോനെ ചാർച്ചക്കാരനെ വിടറ, വിട്ടു. പിതൃഭവനം വിടറ, വിട്ടു. ദേശം വിടറ, വിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിനക്കുള്ള എല്ലാം വിടറ, വിട്ടു. കാണിപ്പാനുള്ള ദേശത്തേക്ക്. അതെവിടാ? അത് ഞാൻ കാണിക്കുമ്പോൾ കണ്ടാൽ മതി. അത് ഞാൻ കാണിക്കുമ്പം ഒരല്ലേ പറയണം. അബ്രഹാം വാക്ക് കേട്ട് അങ്ങ് പോയി. സ്തോത്രം പറയുന്നുണ്ടോ? എടാ, ആകാറിനെയും പെണ്ണ് ആ കൊച്ചിനെയും കൂടെ ഒരു തുരുത്തി വെള്ളവും 5-6 ആളെയും കൊടുത്ത് ഇറക്കി വിടറ. ഇറക്കി വിട്ടു. വാക്ക് കേട്ടു. സ്തോത്രം പറയണം. എടാ, ലോത്തിനെയും പിള്ളേരെ അവരുടെ വഴിക്ക് വിട്ടു. വാക്ക് കേട്ടു. വിടാൻ പറഞ്ഞാൽ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കല്ല. ചേട്ടനും മോന എന്നും പറഞ്ഞിരിക്കരുത്. ഹലോ, എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ വിടാൻ പറഞ്ഞ എന്ത് ചെയ്യണം? വിട്ടോണം. എടാ, കൊച്ചിനെ കൊണ്ട് യാഗം കഴിക്കടാ. ഉള്ളി എന്നേരം പോയി കൊച്ചിനെ എന്ത് ചെയ്യുക? യാഗം. നിന്റെ പിതാവായ അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു. അതാ ഒരു ക്വാളിറ്റി. 21 ദിവസമായിട്ട് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടോവല്ലോ. മാറി മാറി ഇന്റർനാഷണൽ പ്രീച്ചേഴ്സൊക്കെ വന്ന് വാക്ക് പറയാം. നീ വല്ലതും കേട്ടോ? പക്ഷെ ഈ മനുഷ്യൻ രോഗക്കിടക്കെ ബാക്കി മൊത്തം സ്ട്രോക്കാ. പക്ഷെ സ്ട്രോക്ക് ആകാതെ ചെവി കൂടെ വാക്ക് കേട്ടു. ഹല്ലേലൂയ. വാക്ക് കേട്ടപ്പോൾ ചെറിയുടെ കോട്ടം മാറി. ചെറിയുടെ കോട്ടം മാറി ഇപ്പൊ പെടലി തോന്നുന്നു. ഇത് ലൈവാണ്.
ആ മനുഷ്യൻ ഞങ്ങളോട് വന്ന് പറഞ്ഞ സാക്ഷിയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൈവ് കേൾക്കുവല്ലെന്ന്, നേരിട്ട് കാണുകയല്ല. എവിടോ എന്നോ പ്രസംഗിച്ചത് യൂട്യൂബിൽ കേൾക്കുക. എന്നേരം ആ വണ്ടിക്കകത്ത് വെച്ച് മാർച്ച് 17 കുഴഞ്ഞു പോയ കൈ ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ കാല് ചലിക്കാൻ തുടങ്ങി. താൻ ആ കാട്ടിലേന്ന് പിടച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. താന് കാർ ഓടിച്ചോണ്ട് കഴിഞ്ഞ ബുധനാഴ്ച റാന്നിയിൽ എൻ്റെ ചർച്ചിൽ വന്നു. നല്ല ഹല്ലേലൂയ പറയണം. വചനത്തിന് ശക്തിയുണ്ടെന്ന്, വചനത്തിന് ശക്തിയുണ്ടെന്ന് നിന്റെ വർഷങ്ങളുടെ പഴക്കമുള്ള കേട്ട് ഇന്ന് പകൽ സ്വർഗം അഴിക്കുന്ന പകല ഒരു അസാധാരണമായ ചില വിസ്മയങ്ങൾ സഭയ്ക്കകത്ത് ദൈവം ചെയ്യുകയാ. ഓ, ഏറ്റെടുക്കുന്നവർ നന്നായിട്ടൊന്ന് ആരാധിച്ച്. ചില രോഗത്തിന്റെ കെട്ട്, ചില ശാപത്തിന്റെ കെട്ട്, ചില പൈശാചിക ബന്ധനങ്ങൾ, അടകജാല വൈഡ വേദ രൗഡ റിമന രഗത ജാല വക്ഷരാജോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഇവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, കൊണ്ടുപോക്കോളാൻ. ഉറങ്ങുന്നവരൊരു സ്വോത്രം പറഞ്ഞ്. ക്ഷീണം കൊണ്ടെന്ന് എനിക്കറിയാം, കാരണം ഞാൻ രാത്രി ഓൾ നൈറ്റ് ആയിരുന്നല്ലോ. ക്ഷീണം വിടുന്നവർക്ക് ഉണ്ടായേ. ഞാൻ ഓൾ നൈറ്റ് ചെയ്തു, ഇവിടെ ഇരുന്നവർക്ക് ക്ഷീണമുണ്ടായി, അവർ ഉറങ്ങുകയാണ്. എന്നിട്ട് അവരെന്നെ ഇപ്പം അങ്ങോട്ട് വിളിക്കുക. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ നോക്കാതെ, ഞാൻ ഇച്ചിരി പ്രായമൊക്കെ അല്ലേ, യോഗം കഴിഞ്ഞിറങ്ങി വരാം, നിങ്ങളിപ്പോൾ ധൃതി വെക്കാതെ ഒന്ന് കണ്ണ് തുറന്നിരുന്നേ. ഇച്ചിരി പ്രായം എന്നെ അങ്ങനെ കാണാൻ കൊള്ളത്തില്ലേ? ഒരു ഹലോ, കണ്ണ് തുറന്നേ. അടുത്തിരിക്കുന്ന ആൾ കണ്ണ് തുറന്നിരിക്കുകയാണോ നോക്കിക്കേ. നോക്കിയിട്ട് കണ്ണ് തുറന്നിരിക്കാൻ പറ. ഈ ചില പാസ്റ്റർമാർ കണ്ണടച്ചേ പ്രസംഗിക്കത്തുള്ളൂ അല്ലേ? പക്ഷെ ഞാൻ കണ്ണ് തുറന്നേ പ്രസംഗിക്കത്തുള്ളൂ. പണ്ട് തൊട്ട് അങ്ങനെ കണ്ണ് തുറന്നാണ് പ്രസംഗിക്കുന്നത്. ഹലോ, സ്തോത്രം. ക്ഷീണിച്ചില്ലല്ലോ, മടുത്തില്ലല്ലോ. നല്ലലിയെ പറഞ്ഞേ, വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് കൈവെക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപോരുകളെ ശാസിക്കുകയാണ്. മടിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, ഞെരുക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ എവിടെയോ പ്രസംഗിച്ചൊരു പ്രസംഗം, കാനം എന്ന സ്ഥലത്ത് വീട്ടിൽ മരണത്തിന് വേണ്ടി മാറ്റിയിട്ടേക്കുന്ന ദൈവദാസന്റെ മേൽ ഒരു യൂട്യൂബ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം തന്നിൽ ക്രിയ ചെയ്തു. സ്തോത്രം. ഈ കഴിഞ്ഞ ബുധനാഴ്ച, ഇത് പഴയ കഥയൊന്നുമല്ല, കഴിഞ്ഞ ബുധനാഴ്ച താൻ കാർ ഓടിച്ച് തൻ്റെ ഭാര്യയും തൻ്റെ അഡ്വക്കേറ്റായ മോളെയും തൻ്റെ മോടെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് റാന്നി കാർ ഓടിച്ച് വന്ന് സഭയെ പുള്ളി ഈ സാക്ഷി പറഞ്ഞെന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിന്നെ കുഴിന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. വചനം നിന്റെ രോഗത്തിന്റെ കെട്ടടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കോടികളുടെ പണമുണ്ടെങ്കിലും ആ പണമുള്ളത് പ്രസ്ഥാനത്തിന് കോൺഫിഡൻസ് എന്ന് പേരിട്ടാലും അവനൊരു കോൺഫിഡൻസും ഇല്ല. പക്ഷെ ഞങ്ങളുടെ 5 കാശില്ലെങ്കിലും ഞങ്ങളുടെ വചനത്തിന് കോൺഫിഡൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വചനത്തിന് കോൺഫിഡൻസ് ഉണ്ടെന്ന് അത് നിന്നെ ഇന്ന് പകൽക്കാലം ആത്മാവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ ജൂഡാരത്തിന്റെ ഉള്ളറയിലെ ചില ശൂന്യതകളെ ഇന്ന് പകൽ ആത്മാവ് വചനത്താൽ വെട്ടിമാറ്റുകയാ. നിന്റെ ശരീരത്തെ വ്യാപരിക്കുന്ന ചില രോഗമണ്ഡലങ്ങളെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. ഈ ഉയർത്തുമൊക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹം കേട്ടോ.
ഹല്ലേലൂയ. ദൈവകൃപ നിങ്ങളിങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. വാസ്തവം നിങ്ങൾ ഈ ഇന്ത്യയിലെ തന്നെ വലിയ ഭാഗ്യമുള്ളവരാണ്. ഇങ്ങനെ എല്ലാ വർഷവും 1, 2, 21 എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര വിടുതലാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഇതുപോലെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് കിട്ടുന്ന പോലെ പ്രാർത്ഥന വേറെ എങ്ങുമില്ല. ഞാൻ ഇങ്ങോട്ട് താമസമാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കതുപോലെ ഭയങ്കര ഇതുപോലെ മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമില്ല കേട്ടോ. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കർത്താവ്, ഭയങ്കര കരുതലാണ്. നിങ്ങളുടെ അകത്ത് ശക്തരായ പ്രവാചകന്മാരിരിക്കുന്നത് ഞാൻ കാണുന്നു. ശക്തരായ പ്രവാചകന്മാരെ ഞാൻ കാണുന്നു. ഈ തലമുറയിൽ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഒരു അനോയിന്റിങ് നിന്റെ മേൽ വീഴുന്ന പകലാണ്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ കഴുതയെ തേടിപ്പോയവനെ പ്രവാചകനാക്കി രാജാവാക്കി കൊണ്ടിരുന്നവനാ. അവൻ എന്നെ തപ്പിപ്പോയതാ, കഴുതയെ തപ്പിപ്പോയതാ. ചെറിയ യോഗത്തിന് വന്ന കയ്യിൽ നിന്ന് വിട്ടുപോയ സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ പൈസ ആയിരിക്കും, കടമായിരിക്കും, ലോണായിരിക്കും, ജപ്തി ആയിരിക്കും, പിള്ളേരായിരിക്കും, കുടുംബജീവിതമായിരിക്കും. പലരും കഴുതയെ തപ്പി വന്നേക്കുന്ന. പക്ഷേ കഴുതയെ തേടിപ്പോയവൻ തിരിച്ചു വന്നത്, നാട്ടുകാർ ചോദിച്ചു, ശൗലുണ്ടോ ബെന്തിക്കോസിൽ? ശൗലുണ്ടോ പ്രവാചകന്മാരുടെ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇന്ന് പകൽ നീ തിരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കാൻ പോകുകയാ, നീയുമുണ്ടോ ശുശ്രൂഷകരുടെ ഗണത്തിൽ? ഓ ഹല്ലേലൂയ. ആരുടെയൊക്കെയോ മേൽ നിയോഗത്തിന്റെ അഭിഷേകം ദൈവാത്മാവ് പകരുന്ന പകലായത്. നീ ഇവിടെ യാദൃച്ഛികമായി വന്നതല്ല. ഇന്ന് പകൽ ചിലരുടെ മേൽ ഒരു പുത്തൻ ആത്മ നിയോഗം ദൈവം പകരുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ 96 ഈ ഡൊമിനിഷ്യൻ്റെ ഭാര്യ തൻ്റെ കിങ്കരന്മാരുമായി ചേർന്ന് ഡൊമിനിഷ്യനെ എന്ത് ചെയ്തു? കൊന്നു. കൊല്ലാൻ വിട്ട യോഹന്നാൻ മരിച്ചുമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞുമില്ല. കൊല്ലം കൊണ്ട് പസ്മോസിലിട്ട ചത്തുമില്ല. കൊല്ലം വിട്ടവനെ സ്വന്തം ഭാര്യ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ ആത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്നെ തകർക്കാൻ നോക്കിയവനെ തകർത്ത് നിന്നെ മടക്കി വരുത്താൻ. ഓ ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൽ നിലവിളി ഉയരുന്നത് കാണാൻ കൊതിച്ചവന്റെ മുമ്പിൽ. ഓ റഗൽ കമനരബഷ്. ഹല്ലേലൂയ. ഡൊമിനിഷ്യൻ കൊല്ലപ്പെടുകയും പുതിയ നോർവേ എന്ന് പറയുന്ന ചക്രവർത്തി അധികാരമൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് 1 വർഷമായി തടവി കിടക്കുന്ന യോഹന്നാനെ പുറത്തു കൊണ്ടുപോകും. ഒരല്ലേ പറഞ്ഞ് ഈ സഭയിൽ തന്നെ പിന്നീട് 4 വർഷം കൊണ്ടിരുന്നു. 100 തികയ്ക്കാൻ തീരുമാനിച്ചാൽ മിണ്ടുന്നില്ല. 96 തീരത്തില്ല. ഡൊമിനിഷ്യൻ പറഞ്ഞ് 96 തീർക്കും. തമ്പുരാൻ പറഞ്ഞ് 100 തീർക്കത്തുള്ളൂ. ദൈവം വെച്ച കാലാവധിക്ക് മുമ്പേ ദൂട്ടൻ ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നല്ല സ്തോത്രം പറയണം. അപ്പോ യോഹന്നാന് 4 ആത്മവിവശതകളാണ് ഉണ്ടായത്. എത്രയാണ്? 4. അതിൽ ഒന്നാമത്തെ ആത്മവിവശതയിലാണ് നമ്മൾ മുമ്പേ വായിച്ച യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത ആര് കാണുന്നത്? യോഹന്നാൻ കാണുന്നത്. ഈ 4 ആത്മവിവശതകളിൽ ലഭിച്ച 50 ദർശനങ്ങളാണ് 22 അധ്യായത്തിൽ എഴുതിയേക്കുന്നത്. ഇനി വായിക്കുമെന്ന് കുറച്ച് കാര്യം മനസ്സിലാകും വായിക്കുകയാണെങ്കിൽ.
പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ പറഞ്ഞു, ഉറക്കം വരാത്ത ഒരു വെളിപ്പാട് പുസ്തകവും വായിച്ചാൽ മതി, എന്ത് ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഹന്നാനുണ്ടായ 4 ആത്മവിവശതകളിൽ 50 ദർശനങ്ങൾ ഉണ്ടാകുകയും 6 പ്രത്യക്ഷതകൾ ഉണ്ടാകുകയും ചെയ്തു. എന്താ ഞാൻ പറഞ്ഞേ? 6 പ്രത്യക്ഷതകളും 50 ദർശനങ്ങളും ഉണ്ടായി. അതിൽ ഒന്നാമത്തെ പ്രത്യക്ഷത നമ്മളിപ്പോൾ വായിച്ചു, 1:13 മുതൽ 18 വരെ. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. എല്ലാവരും പറഞ്ഞേ. അതാ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച 21 വെച്ച് കേട്ടുള്ള വിശുദ്ധീകരണം പ്രാപിച്ചവരെ ലഭിക്കാൻ പോകുന്ന തേജസ്കർ. ഹലോ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരിക്കപ്പെട്ട യേശുവിനെ ആര് കാണുകയാണ്? യോഹന്നാൻ കാണും. 5-ാം അധ്യായം 6-ാം വാക്യം രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്. ആ വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് മടങ്ങി വരാം. 5:6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. ദൈവസിംഹാസനത്തിലെ വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞാടായ യേശു. ഒരല്ലേ പറഞ്ഞേ? ആരാ? ദൈവ കുഞ്ഞാടായ യേശു. എവിടെ നിൽക്കുന്നേ? പത്മോസിൽ വെളിപ്പെട്ട കർത്താവ് 7 നിലവിളക്കിന്റെ നടുവിൽ. ഇപ്പോൾ 5-ാം അധ്യായത്തിൽ വെളിപ്പെട്ട കർത്താവ് ദൈവസിംഹാസനത്തിലെ വിശുദ്ധന്മാരുടെ നടുവിൽ. എല്ലായിടത്തും കർത്താവ് നടുവിലാകട്ടെ. ക്രൂശിക്കപ്പെടുമ്പോഴും 2 കള്ളന്മാരുടെ നടുവിലാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യ. പ്രൈസ് ദി ലോർഡ്. ഇനി പേടിച്ച് ശിഷ്യന്മാരിരുന്നാൽ കർത്താവ് അവരുടെ നടുവിൽ, അല്ലാതെ കിഴക്കല്ല. ഉടനെ നീ പ്രാർത്ഥിക്കാൻ നമ്മൾ കിഴക്കോട്ടങ്ങ് തിരിയല്ലേ, നടുവില. സ്വന്തം പറഞ്ഞേ, നിന്റെ വിഷയത്തിൽ നടുവിൽ അവനുണ്ട്. നിന്റെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ അവനുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ നടുവിലുണ്ടെന്നാ പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നീ ഒറ്റയ്ക്കല്ല കുഞ്ഞേ. നിന്റെ പ്രശ്നത്തിന് നടുവിൽ, നിന്റെ കണ്ണുനീരിന് നടുവിൽ, നിന്റെ ഭാരങ്ങളുടെ നടുവിൽ എൻ്റെ യേശു ഉണ്ട്. മൂന്നാമത്തെ പ്രത്യക്ഷത 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയാണ്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കുന്ന യേശു. ഒരല്ലേ പറഞ്ഞേ? ആ വിശുദ്ധന്മാരുടെ യോഗ്യത അവരുടെ നെറ്റിമേൽ എന്തുണ്ട്? പറ. നാമം. കർത്താവ് നമുക്ക് തന്നേച്ചു പോയത് 3 കാര്യമാണ്. എന്താണ്? 1, നിങ്ങൾ ഇനിയും പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, പി സി ചെറിയാന്റെ ദൈവമേ, സുരേഷ് ബാബുവിന്റെ ദൈവം എന്ന് പറഞ്ഞ് വിളിക്കണ്ട. ആരുടെ കെയർ ഓഫിൽ എന്നെ വിളിക്കണ്ട. അമ്മയുടെ ദൈവമേ, അച്ഛൻ്റെ ദൈവമേ ഒന്നും വിളിക്കണ്ട. അല്ലേ പറഞ്ഞേ? ഉറക്കെ പറ. നീ ഇനി എന്നെ വിളിക്കുകയാണെങ്കിൽ പിതാവിനോട് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറയണം. എൻ്റെ നാമം പറയുമ്പോൾ പിതാവ് അത് തരും. അല്ലല്ലേ പറയണം. അപ്പൊ നിങ്ങളിനി എന്തെങ്കിലും പറയുവാണ് എന്ത് ചെയ്താൽ മതി? എൻ്റെ നാമത്തിൽ. എല്ലാവരും പറഞ്ഞേ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞടാ കുഞ്ഞെ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരികയാണ് നസ്രേനായ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് നമുക്ക് തന്നത് നാമമാണ്. ഏത് വിഷയവും നീ പ്രാർത്ഥിക്കുമ്പോൾ നാമം പറഞ്ഞു, യേശുവിന്റെ നാമം പറ. ഈ പെലിസ്ത്യ മല്ലൻ അവന്റെ 5 ദൈവങ്ങളുടെ നാമം പറഞ്ഞ് നമ്മളെ പ്രായിക്കൊണ്ടിരിക്കുക. അവൻ അറിയാവുന്ന 5 ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രാകുക. ഉടനെ ദാവീദിന് ഒരു ദൈവത്തിന്റെ പേരെ അറിയത്തുള്ളൂ. അവൻ അന്നും ഇന്നും ഒരു ദൈവമാണ്.
അപ്പം ദാവീദ് പറഞ്ഞു, എടാ അഗ്രചർമ്മി, നീ ദുഷിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ കയറി വരികയാ. ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തകരാത്ത ഒരു പരസ്യ വ്യാപാരവുമില്ല. ഓ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല കാലും വിറയ്ക്കുന്നത് ഈ നാമം കേൾക്കുമ്പോഴാണ്. നല്ല സ്തോത്രം പറയണം. നീ ഏത് വിഷയത്തെ നോക്കി പറ, എടാ ദൂട്ടപ്പിശാചേ, യേശുവിന്റെ നാമത്തിൽ പോടാ എന്ന് പറഞ്ഞാൽ പോകാത്തൊരു കേസില്ല കേട്ടോ. നീ നാമം യൂസ് ചെയ്തേ നിന്റെ നാവിൽ നിന്ന് പകൽക്കാലം ആ നാമം ഒന്നുയരട്ടെ, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഒന്ന്, കർത്താവ് നമുക്ക് തന്ന എന്താണ്? നാമം. 2, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു, അത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ പുറപ്പെട്ടു, ലോകാവസാനത്തിൽ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ 2 തന്നത് അധികാരം. എന്താണ് അധികാരം? അധികാരം കിട്ടാൻ വേണ്ടി തൻ്റെ പ്രാണനെ ത്യജിച്ചു. സ്തോത്രം. തൻ്റെ മരണത്താൽ നമ്മുടെ മരണഭീതി നീക്കി അവൻ്റെ തലയെ തകർത്ത് അവൻ്റെ കൈവച്ച താക്കോൽ മൊത്തം ഇഞ്ഞ് മേടിച്ചു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. ഓ ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ നിനക്ക് അധികാരമുണ്ട്, അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ഈ ഞാനൊരു സ്നേഹത്തെ ഒരു കാര്യം പറയാമേ. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേ വാസ്തവത്തിൽ നമ്മുടെ ആ വ്യർത്ഥമായ പിതൃപാരമ്പര്യമുള്ള നമ്മുടെ ദേഹത്തെ ആ രക്തമുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഡയാലിസിസ് ആകണം. എന്നിട്ട് വീണ്ടും ജനനം പ്രാപിച്ചവൻ യേശുവിൻ്റെ രക്തത്താന്നറിയണം. പിന്നെ അവൻ്റെ ദേഹത്ത് ഒഴുകേണ്ടത് പറഞ്ഞേ യേശുവിൻ്റെ രക്ത. ഹല്ലേലൂയ. അപ്പം ഇപ്പം എന്നോട് ഒരാൾ പറയാൻ വന്നിരിക്കട്ടെ, പാസ്റ്ററുടെ പെങ്ങള് 52 വയസ്സുള്ളപ്പോൾ അറ്റാക്ക് മരിച്ചു. പാസ്റ്റർ ജ്യേഷ്ഠന് 60 മുമ്പ് അറ്റാക്ക് മരിച്ചു. പിന്നെ ഇന്നാരൊക്കെ മരിച്ചില്ല. ഉപ്പാപ്പന് 24 ആയപ്പോഴേ അറ്റാക്ക് മരിച്ചു. അങ്ങനെ പറയുമ്പോൾ പാസ്റ്റർക്കും ഇങ്ങനെ തുടർമാനം ഇങ്ങനെ ഓടുവല്ലേ, ഷുഗറൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി എക്കോ ഒന്നെടുത്ത് ECG ഒന്നെടുത്ത് അവൻ്റെ അസുഖം നോക്കണം. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് പോയി ഇരിക്കുന്നത് അവന് കാണണം. അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പാസ്റ്റർ എന്നെ ഇവിടെ ഇരിക്കുന്നത് എന്നെല്ലാവരും എന്നോട് എന്ത് ചെയ്യണം? ചോദിക്കണം. അതിനുള്ള അവൻ്റെ ഒരു ആഗ്രഹം. എന്നെ കണ്ടിട്ടില്ലാത്തത് അവൻ എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ എന്നോട് എക്കോ എടുക്കണം, ECG എടുക്കണം, പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാം നോക്കണം. അപ്പം ഞാൻ പറയുവാണ്, എടാ നീ പറഞ്ഞ് ഞങ്ങളുടെ ആ അച്ചാൻ്റെ രക്തമുണ്ടല്ലോ, അത് 24 വയസ്സിൽ കംപ്ലീറ്റ് മാറി. പറയെല്ലാരും അതിപ്പോ ദേഹത്തില്ലെന്ന്. ഇപ്പോൾ ഒഴുകുന്നത് 24-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ദേഹത്തൊഴുകുന്ന യേശുവിൻ്റെ രക്തമാ. ഓ, വിശ്വസിക്കുന്നവരെ മാത്രം ആരാധിച്ചേ. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി വിശ്വസിച്ചാൽ ഒരു പാരമ്പര്യപ്പോലും നിന്നെ അടിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം വളരെ സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു, കേട്ടോ പാസ്റ്ററെ, അച്ഛാ ഇനിയും കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ കിടന്ന് ഓടിയിട്ടൊന്നും ഇനിയും വലിയ കാര്യമില്ല. അതുകൊണ്ട് അച്ഛൻ കുറച്ച് റെസ്റ്റ് എടുക്കണം. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് എന്നോ പ്രായമുണ്ടെന്ന് അതിന് ധാരണ. അത് അച്ഛനൊരു 10-75 വയസ്സ്. ഞാൻ പറഞ്ഞില്ല, നിനക്ക് തെറ്റുപറ്റി, എനിക്ക് 42 വയസ്സേ ഉള്ളൂ. 42 വയസ്സേ ഉള്ളൂ. ഈ ജൂലൈ മാസം 22-ാം തീയതി 43 കയറുക. എൻ്റെ ആ മറ്റേ പഴയ പുള്ളിക്ക്
ആ പുള്ളിക്ക് 10-27 വയസ്സ് കാണും. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. കരമടിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവദാസ 67 കൊല്ലമാണ്. ഈ രാവിലെ 5 മണി വരെ ഉറക്കള ചേച്ചി ഇവിടെ വന്ന് നിൽക്കാൻ നോക്കൂ. ഈ 42ന്റെ പവറാ. നിന്റെ ബ്ലഡ് പകൽ പാറണം. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ ദേഹത്ത് വ്യാപരിക്കുന്നത് കാൽവറിയിൽ ഒഴുകിയിറങ്ങിയ യേശുവിന്റെ പുണ്യാക രക്തത്തിന്റെ ശക്തിയ. ഏറ്റവും നന്നായി കരമൊന്നടിച്ചേ ആരോഗ്യത്തോടെ ഹല്ലേലൂയ. ഈ ആത്മാവില്ലാത്തവനും പിന്മാറ്റക്കാരനും ഒക്കെ വന്ന് എന്തേലും പറഞ്ഞാൽ നീ അതൊന്നും കേട്ടോണ്ട് നിൽക്കല്ലോ. നീ മനസ്സിൽ സാഹസിച്ചേക്കണം. ഹല്ലേലൂയ. നീ പറഞ്ഞ ഞാന് ദൈവത്തിന്റെ അധികാരമുള്ളവനാ. പറഞ്ഞേ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, ഞാൻ യേശുവിന്റെ അധികാരമുള്ളവനാ. ഞാൻ യേശുവിന്റെ അധികാരമുള്ളവനാ. ഹല്ലേലൂയ. ഒന്ന്, നാമം എൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞേ, യേശുവിന്റെ നാമം എൻ്റെ കയ്യിലുണ്ട്. 2, യേശുവിന്റെ അധികാരം എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. 3, കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരിക. എൻ്റെ ദൈവദാസ, ഞങ്ങളുടെ ഒരു വളരെ വിലപ്പെട്ട ദൈവപൈതല്, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാർഷ 28 വയസ്സ് പന്തളത്ത് വെച്ച് വണ്ടി ആക്സിഡൻറ്റിൽ മിനിഞ്ഞാന്ന് മരിച്ചു. പ്രത്യാശ, ആ പേര് തന്നെ പ്രത്യാശ കേട്ടോ. ആ പേരിട്ട് അമ്മയ്ക്ക് അവാർഡ് കൊടുക്കണം. ഇന്നലെ ആ അമ്മയെ അനുശോചനം നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ മൂക്കളെ വിളിപ്പിച്ചൊന്നിരിക്കുകയല്ല, ടിഷ്യൂ പേപ്പറിലൂടെ ചിലവാക്കുകയല്ല. എന്താ കാണണം, ലൈവിനകത്ത് കാണണം. അമ്മ എഴുന്നേറ്റൊരു സാക്ഷി പറഞ്ഞു, എൻ്റെ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തു വന്നാലും കരയല്ലെന്ന്. ബോർഡിൻ്റെ മുമ്പിൽ ഇരിക്കുക, ഒരു തുള്ളി കണ്ണുനീരില്ല. അവിടെ വന്ന് 100 കണക്കിന് പാസ്റ്റർമാരും 1000 കണക്കിന് ജനവും വന്നെങ്കിലും ഈ അമ്മച്ചിയുടെ സാക്ഷ്യം പോലെ ഒരു ഉപദേശിയും പ്രസംഗിച്ചില്ല. ഞാൻ ഉൾപ്പെടെ അവിടെ പോയി പ്രസംഗിച്ചു, പക്ഷെ ഒരു പ്രസംഗവും അമ്മച്ചിയുടെ സാക്ഷ്യത്തിന് മുമ്പിൽ ഇന്ന് വന്നില്ല. എന്തൊരു ധൈര്യമായിരുന്നു. പ്രത്യാശ എന്ന് പറഞ്ഞ ഇതാ. അവർ പ്രത്യാശ കൊണ്ടാ കൊച്ചിനെ പ്രത്യാശ എന്ന് പേരിട്ട്. ഹല്ലേലൂയ. ഇന്ന് പോയാൽ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്. ഹല്ലേലൂയ. മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ, വെല്ലുവിളികൾക്ക് അപ്പുറത്തുള്ള പ്രത്യാശ ദൈവമക്കളുടെ അകത്തുനിന്ന് പകൽക്കാലം നിറയണം. ഒരു അസാധാരണ ദൈവശക്തി രാവിലെ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ലോകം തരാത്ത യേശുവിന്റെ സമാധാനം. ഹല്ലേലൂയ. ഓ കൃപ 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 കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. നല്ലല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മുടെ കയ്യിൽ 3 കാര്യമാണെന്ന് ഉറപ്പായോ? എന്തൊക്കെയാ? യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ അധികാരം, യേശുവിൻ്റെ സമാധാനം. ഇത് 3 നിനക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആത്മാവിൻ്റെ ശക്തി. ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് വ്യാപാരം ചെയ്യാൻ സഹായം തുണ നിൽക്കുന്ന ആത്മാവൂടെ ഒരല്ലേ പറഞ്ഞേ. നീ ഒറ്റയ്ക്കല്ല നിന്ന് പകൽക്കാലം എൻ്റെ കൂടെ സഹായത്തിന് നിൽക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് ഉറപ്പുള്ളവര് ഈ പകൽ മൗനമായിരിക്കരുത്. നിന്റെ ഏത് വിഷയത്തിന്റെ മേലും ഞാൻ ഇന്നലെ ജീസസ് വോയിസിലായിരുന്നു പ്രസംഗിക്കാൻ പോയത്. ജീസസ് വോയിസിൽ ഭയങ്കര സഭയാണ്, നല്ല അനുഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു ആ ഹോള് പോലെ ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹോള് പണിയുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്കിന്നത് കാണണം കേട്ടോ. എത്ര സമയം പോലെ എന്നെ കാണിക്കണം. ഹലോ, നിങ്ങൾ ആ ഹോള് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? ശരിക്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഡേറ്റൊക്കെ നിങ്ങൾ മനസ്സിൽ കുറിച്ചോ? കുറിച്ച് പൈസ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രൈസലോ. കുമ്പനാട്ട് 480 കോടി രൂപ ബായും കിടക്കുക. ആർക്കും എടുക്കാനൊക്കത്തില്ല. കാരണം
അനന്തരാവകാശിയെ അക്കൗണ്ടിൽ വെക്കാതെ ഇട്ടൊരു പോയി. അവരുടെ വീടെല്ലാം വവ്വാല് കയറി കിടക്കുക. നേരത്തെ ഈ റംബൂത്താനിലായിരുന്നു കിടക്കുന്നത്, ഇപ്പോൾ അവരുടെ വീട്ടിൽ കയറി കിടക്കുക. റംബൂത്താൻ അറിയാമോ? അതിൻ്റെ പഴത്തിനാ കിടന്ന സാധനമൊക്കെ ഇപ്പം തലയും കുത്തി ഇവിടെ കിടക്കുകയാണ്. വീടുകൾക്കകത്ത് കയറി കിടക്കുക, പെരയ്ക്കകത്ത് പൂച്ച പെറ്റി കിടക്കുക. നോക്കാൻ ആരും, വീട് വിൽക്കാനും ഒക്കത്തില്ല. കാരണം വിറ്റാൽ ആരും എഴുതി കൊടുക്കണ്ടേ. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ല. കർത്താവിന് വേണ്ടി ഉള്ളപ്പം എല്ലാം ചെയ്തോണം കേട്ടോ. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. 19-ാം അധ്യായം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടം ചൂടി കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ മതി 4-ാമത്തെ പ്രത്യക്ഷത 3 ഒന്ന് പറയാമോ? പിന്നെ നമ്മൾ പ്രസംഗിക്കാം. ഇപ്പോൾ ആ പ്രത്യക്ഷത വായിച്ചു വിട്ടാൽ മതി. എന്തൊക്കെയാ? 1, മഹത്വപൂർണനായ തേജസ്കരിക്കപ്പെട്ട 7 നിലവിളക്കിൻ്റെ നടുവിൽ നിൽക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. 2, ദൈവസിംഹാസനത്തിലെ വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പം 2 കൈയും 2 കാലും ഇല്ലാത്തൊരു പാസ് ഉണ്ട്. അറിയാമാരാന്ന്? നിക്ക്. അവിടെ ചെല്ലുമ്പോൾ ആ പുള്ളിക്ക് 2 കാലും 2 കൈയും കാണും. ഒരംഗവൈകല്യമുള്ളവൻ അവിടെ കാണത്തില്ല. ഇവിടെ വെച്ച് പോയതെല്ലാം അവിടെ തരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവിടെ 2 കൈയുള്ളവനായി നാട്ടുകാർക്കെതിരെ എഴുതിയും ദോഷം ചെയ്തും ജീവിച്ചിട്ട് നരകത്തിൽ പോകാതെ ആ എഴുതുന്ന 1 കൈ വെട്ടിക്കളഞ്ഞിട്ട് ഒറ്റ കൈയനായിട്ട് അവിടെ ചെന്നു. കർത്താവ് വരുമ്പോൾ 2 കൈയും. ഈ ആവശ്യമില്ലാത്തത് മാത്രം നോക്കിക്കാണുന്ന ആ 2 കണ്ണും കൊണ്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ആ ദോഷമുള്ളൊരു കണ്ണ് ചൂടിനെടുത്ത് കളഞ്ഞു. എന്നിട്ട് നീ അവിടെ ചെല്ലുമ്പോൾ 2 കണ്ണും പാറ കാണും. പൗലോസിന് അവിടെ ചെല്ലുമ്പോൾ തല കാണും. നമ്മളൊന്നും മിണ്ടുന്നില്ല. അവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പാട്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. ഞാൻ ഒരു സ്തോത്രം പറയണം. ഞാൻ അങ്ങ് കർത്താവിൻ്റെ വേല ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരുത്തൻ്റെ പാടും അവിടെ കാണത്തില്ല. അവിടെ ഒറ്റ ഒരുത്തൻ്റെ പാടേ ഉള്ളൂ. ഹല്ലേലൂയ. സ്വർഗം വെടിഞ്ഞ് ദൈവത്വം വെടിഞ്ഞ് ഇവിടെ വന്ന് നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ദേഹത്ത് മാത്രമേ പാടുകൾ കാണത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അപ്പൊ 2-ാമത്തെ പ്രത്യക്ഷത വിശുദ്ധന്മാരുടെ നടുവിൽ, ദൈവസിംഹാസനത്തിന് നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ട്. 3-ാമത്തെ പ്രത്യക്ഷത 144,000 വിശുദ്ധന്മാർ നെറ്റിയിൽ നാമമുള്ള, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നാമത്തിൻ്റെ കാര്യം പറഞ്ഞ് പോയത്. നെറ്റിയിൽ നാമമുള്ള 144,000 വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കുന്ന സിയോൻ മലയിലെ കർത്താവാകുന്ന യേശുവിനെ കണ്ടു. 4-ാമത്തെ പ്രത്യക്ഷത മേഘത്തിൽ തലയിൽ പൊൻകിരീടം ചൂടി കയ്യിൽ കൊയ്യാൻ പരുവത്തിൽ മൂർച്ചയുള്ള വാളുമായി നിൽക്കുന്ന രാജാധി രാജാവ്. ഒരു സ്തോത്രം ഇന്ന് രാവിലെ പറയണം. ഹല്ലേലൂയ. മുൾക്കിരീടം ചൂടി അവന്റെ തലയിൽ പൊൻകിരീടം അണിഞ്ഞുകൊണ്ട് അവൻ മേഘത്തിൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം നന്നായിട്ട് കരമൊന്ന് ചേർത്തടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ച് മുൾക്കിരീടം ചൂടിയവൻ. ഓ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകത്തോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. 5-ാമത്തെ പ്രത്യക്ഷത 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യം.
അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. 33 കോടി പേരൊന്നുമില്ല കേട്ടോ, 6000 കോടി പേരുമില്ല, ഒറ്റ പേര്. അവന്റെ തലയിൽ ഒറ്റ പേര്. രാജമുടികൾ പലതുണ്ട്, പക്ഷെ പേരൊന്നേ ഉള്ളൂ. ഒരല്ലേലൂയ പറയണമെന്ന് രാവിലെ. ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന് ഒറ്റ പേരേ ഉള്ളൂ. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ അവന്റെ നെറ്റിമേൽ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാ. ഓ, യേശു എന്ന നാമമേ ആത്മാവിൻ. ഓ, യേശു എന്ന. ഒന്ന് എഴുന്നേറ്റ് യേശുവേ ഞാൻ എൻ പ്രിയ യേശുവേ. ആരോഗ്യത്തോടെ കരമടിച്ച് ഓ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്കായെന്ന. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്കായെന്ന വാർത്തയാ താഴ്ത്തി എന്നെ കണ്ടരത്തിൽ വെച്ചു ജീവപാത എന്നും താഴ്ത്തി എന്നെ തക്കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെ വാഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പോരാ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. പോരാ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ. യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്രയം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്രയം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ
ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഒരിക്കലൂടെ കരമുയർത്തി ശക്തിയോടെ ഏറിയ ബലത്തോടെ ദൈവസന്നിധാനം ഒരു അല്പനിമിഷം കൂടി ഇരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊന്നും പ്രസംഗിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എങ്കിലും നമ്മൾ 5 പ്രത്യക്ഷതകൾ ഇപ്പോൾ പറഞ്ഞു. 5ാമത്തെ പ്രത്യക്ഷ ഇപ്പം വായിച്ചത് ഗർമ്മഗദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനോട് പോരാടി ജയിച്ച ന്യായാധിപനായ യേശുക്രിസ്തുവിനെയാണ് നമ്മളിപ്പോൾ 19ാം അധ്യായത്തിൽ വായിച്ചു കേട്ടവർ അല്ലലി പറഞ്ഞേ. 6ാമത്തെ പ്രത്യക്ഷത 20ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഒരല്ലിയ പറഞ്ഞേ. അവന്റെ സന്നിധിയിൽ നിന്ന് ഒരു പിശാച് പോയെന്നല്ല, ഒരു വിഗ്രഹശക്തി പോയെന്നല്ല, ഒരു പോരാട്ടം അഴിഞ്ഞെന്നല്ല. അവൻ ഇരുന്നാൽ എല്ലാം പോമെന്ന്. നല്ല സ്തോത്രം പറയണം. അവന്റെ മുമ്പിൽ നിന്ന് ഭൂമി പോയെന്ന്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി അറിയണം. ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവം ആരാന്ന് നീ അറിയണം. ഓ ലബലബലബല. എന്താ വായിച്ചത്? ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. അവൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ ഇതൊക്കെ കാണണേ പത്മോസിൽ പോണം. എപ്പസോസിൽ 25 വർഷം ഇതാ കാണാനൊക്കത്തില്ല. നിന്നെ ചിലതൊക്കെ കാണിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു മുമ്പേ നീ ഒരു ശോധനയിലൂടെ പോകും, ചില കഷ്ടതയിലൂടെ പോകും. ചില ശോധന നിന്നെ തകർക്കാനല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിനെ കാണാനാ. സ്വർഗത്തിന് ചില പ്രത്യക്ഷതകൾ നിന്നെ കാണിക്കാനാ ആ കഷ്ടത വന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നലത്തെ പ്രതികൂലം, ഇന്നലത്തെ രോഗം, ഇന്നലത്തെ പ്രതിസന്ധി നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില സ്വർഗീയ പ്രത്യക്ഷതകളെ ദൈവം നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തുകയോ. ഹല്ലേലൂയ. അനന്തരം ഒരു വെള്ള സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി. ഓ, ഈ പാട്ടുകാര സങ്കീർത്തനത്തിൽ ഒരു പാട്ട് പാടി കേട്ടോ. എന്താണെന്നറിയാമോ? യോർദാനേ, നീ എന്നാടാ പേടിച്ചോടുന്നത്? യോർദാൻ പറഞ്ഞു, അഭിഷേകമുള്ളവന്റെ കാല് കണ്ടാൽ എനിക്കെങ്ങനെ ഓടാതിരിക്കാൻ കഴിയും? സ്വത്രം പറഞ്ഞില്ല. എടാ, അഭിഷേകത്തിന് മുമ്പിൽ ഒന്നും നിൽക്കത്തില്ലെന്ന്. ഇന്ന് പകൽ അഭിഷേകമുള്ളവന്റെ ഉള്ളംകാല് ചവിട്ടിയാൽ യോർദാൻ തിരിച്ചൊഴുകുമെന്ന് ആത്മാവ് പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? നിന്റെ അഭിഷേകത്തിന്റെ വില നീ അറിയണം. ഹല്ലേലൂയ. വലിയ ആർത്തല ചിരികര കവിഞ്ഞോട്ട് അലറി വന്ന സാധനം ഭക്തന്റെ ചെറിയ 8 അടി നീളമുള്ള ഒരു 8 ഇഞ്ച് നീളമുള്ള കൊച്ചു കാല് കണ്ടപ്പോൾ തിരിച്ചൊരൊറ്റ ഓട്ടം. വന്ന വേഗത തിരിച്ചുപോയി. നിനക്ക് നേരെ പാഞ്ഞു വരുന്ന ചില പോരുകൾ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചോടാൻ പോകുകയാ. ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. ഇരുകര കവിഞ്ഞു വരുന്ന ചില വ്യാപാരങ്ങൾ. നല്ല സ്തോത്രം പറഞ്ഞ് പാട്ടുകാരൻ ആവേശം കയറിയപ്പം ചോദിച്ചു, പർവ്വതങ്ങളെ നീ എന്നെ ഈ മുട്ടാട് പോലെ തുള്ളുന്നേ. ഹലോ, എടാ, അഭിഷേകം ഇറങ്ങിയാൽ ഏത് പർവ്വതമാടാ തുള്ളാത്ത? ഹല്ലേലൂയ. അതിന് സെരുബാബേലിന് മുമ്പിലെ മഹാപർവ്വതമാണെങ്കിലും അഭിഷേകം ഇറങ്ങിയാൽ ഇന്ന് പകൽക്കാലം കുലുങ്ങും. വിശ്വസ ദൈവത്തെ സ്തുതിക്കണം. നിനക്കെതിരെ നിൽക്കുന്ന പർവ്വത സമാനമായ ചില പോരുകളെ ഇന്ന് പകൽക്കാലം സ്വർഗം തകർക്കുകയോ.
ഏറ്റെടുക്കുന്ന ലൈവിലുള്ളവരും ഇന്ന് പകൽക്കാലം ദൂരവ്യാപകമായി ലൈവ് കാണുന്നവര് നിന്റെ മുമ്പിലെ പർവ്വത സമാനമായ ചില വിഷയങ്ങൾ ഇളകി മാറാൻ പോകുകയാ. ഓ ജുമന രഗന രഗദ രൗഷ രബലെ അർത്തുല ജാലക ധൂടബ രംദന വൈഡക റിബലബ രഗദ രൗഷസ്. ഓ രക്തം ക്ഷയം. അനന്തരം ഒരു വെള്ള സിംഹാസനത്തിൽ ഒരുത്തനിരുന്നു. അവന് തുല്യനായി വേറെ ആരുമില്ല. അവൻ ഇരിക്കുകയും ഭൂമി അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ഒന്ന് വിശ്വസിച്ചേ, നീ ഒരു 3.25 ചക്രത്തിന് കുട്ടി ദൈവത്തെ കണ്ട് പേടിക്കല്ലേ. ഭൂമി ഓടിപ്പോയെന്ന്. ഹലോ, വിശ്വസിച്ചേ. ആ പ്രതികൂലം അവിടെ ഇല്ല, ആ വെല്ലുവിളി അവിടെ ഇല്ല, ആ വിചാരം അവിടെ ഇല്ല, ആ മന്ത്രവാദം അവിടെ ഇല്ല. ചിലതൊക്കെ ഓടിപ്പോക. ഇന്ന് പകൽക്കാലം ആത്മാവി ദൂത് പറയുമ്പോൾ ചില വിഷയങ്ങൾ ഓടി മാറുകയാ. ഓ രഗല മനാദര ജന വൈഡ രവലെ റൗഷസ്. ഹല്ലേലൂയ. ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. തമ്പുരാൻ ഓടിച്ചാൽ പിന്നെ നീ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. പിന്നെ അവയെ കണ്ടില്ലെന്ന്. ഹല്ലേലൂയ. കണ്ട ചിലത് ദൂത് പറയുക. കണ്ട ചിലത് ഈ 21 കഴിയുമ്പോൾ ഇനി ഒരിക്കലും കാണാത്ത നിലയിൽ നിന്റെ കൺമുമ്പിൽ നിന്ന് മാറുകയാ. ഒരടയാളമായി കുറിച്ചോ. സഭയോട് പറയുന്നു, സഭയ്ക്കെതിരെ നിന്ന ചിലത് ആകാശം ഓടിപ്പോയതുപോലെ, ഭൂമി മാറിപ്പോയതുപോലെ ചില പോരുകൾ ഓടി മാറുകയോ. ഓ രമാനാദാരാദാര ചന്ദന ബാബാ ബാബാ ഷൈഡ രമാനാദര അർദ്ധനാദര ജഗൽകമന. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നന്നായിട്ട് ആരാധിച്ചു. ചിലതൊക്കെ ഓടിപ്പോകുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ മടുത്താലും ഞാൻ മടുക്കത്തില്ല. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നൊന്നും ആരും വിചാരിക്കല്ല. പിന്നെ ഞാൻ ഒരു ദൂതിങ്ങനെ മുറിയാതെ നിൽക്കുന്നതുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഒരല്പം കൂടെ വണ്ടി മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ. ഒരു നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത നാൾ പറ, അത് ഓടിപ്പോയെന്ന് പറ. ആ രോഗം ഓടിപ്പോയി, ആ ബന്ധനം ഓടിപ്പോയി, ആ പോരോടിപ്പോയി. ഹല്ലേലൂയ. ഓടിപ്പോയി. യേശുവിന്റെ നാമത്തിൽ അവനിരുന്നു, അത് ഓടിപ്പോയി. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന് ദേവദാസനെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. അതെങ്ങനെയാ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. യവത്തപ്പം കണ്ടിട്ടുണ്ടോ? യവത്തപ്പം വണ്ടിക്ക് ടയറായിട്ട് ഇടാൻ കൊള്ളാമോ? ആരെങ്കിലും യവത്തപ്പം ഇട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ? പുതിയ ഈ വീഡിയോ വല്ലോ, നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ വണ്ടി വല്ലോ. യവത്തപ്പം മെച്ചെടുത്ത് വെച്ചാൽ ചുളുങ്ങി പോകുന്ന സാധനമല്ലേ? പറ. സ്പോഞ്ച് പോലുള്ള സാധനമല്ലേ? മിഥ്യാനരെ ഓടിക്കാൻ അത് മതി. എല്ലാവരും എന്നോടുണ്ടോ? അവൻ നോക്കിയപ്പോൾ ഒരു യവത്തപ്പം ഉരുണ്ട് വരുന്നു. ഞാൻ പല പ്രാവശ്യം നോക്കി ഒരപ്പം ഉരുട്ടാൻ. ഒരു രക്ഷയില്ല. ഞാൻ മടുത്തതേ ഉള്ളൂ. പക്ഷെ പക്കിന്റെ യവത്തപ്പം ഉരുണ്ട് വരുന്തോറും അത് വലുതായി. ഓ, നീ ഒന്ന് ചലിച്ചു തുടങ്ങിക്കേ. നീ ചലിച്ചു തുടങ്ങിയാൽ നിന്റെ ചെറിയ കൃപ, നിന്റെ ചെറിയ അഭിഷേകം ഇന്ന് രാവിലെ ചലിക്കുന്നതനുസരിച്ചോ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് വലുതായി വലുതായി. ഓ ഇന്ന് പകൽക്കാലം ചെറിയ ചില കൃപയുള്ളവരെ പോലും ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുക. ഏറ്റെടുക്കുന്നവന് മാത്രം ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. അസാധാരണമായ വിസ്മയകരമായ ഒരു നിലയിൽ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യവത്തപ്പം ഉരുണ്ടു. ഉരുളും തോറും അത് വലുതായി, ഉരുളും തോറും വലുതായി, അല്ലാതെ ഉരുളും തോറും ചെറുതായെന്നല്ല. ഹല്ലേലൂയ. നമ്മൾ വളർന്ന് ഒരു പരുവത്തിലായി. സഹോദരൻ പറഞ്ഞേ, ഇന്ന് പോലെ അതോറിറ്റി കൊണ്ട് ഇറങ്ങാവുള്ളൂ. ഇവിടെ ഇനി യാചിക്കുന്നവരെ വേണ്ട, ഇവിടെ കുറെ കൽപ്പിക്കുന്നവരെ വേണം. കൽപ്പിക്കുന്നവരെ ദൈവത്തിന് വേണം. എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തിൽ നീ കൽപ്പിച്ചു തുടങ്ങ്. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുക. അതങ്ങോട്ട് ചെന്നിട്ട് ശ്രദ്ധിച്ചേ, അത് ഉരുണ്ടുരുണ്ടങ്ങോട്ട് ചെന്നിട്ട് മിഥ്യാനിയ പാളയത്തെ ഒരൊറ്റ ഇടി. ഓ ഹല്ലേലൂയ. ഈ തിരുവനന്തപുരത്ത് ഉയർന്നു നിൽക്കുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില വ്യാപാരങ്ങളെ ഇന്ന് പകൽ ഞാൻ ദൂത് പറയുമ്പോൾ ഈ ശക്തി ഉരുണ്ടിയെ നിടിക്കാൻ പോകുക. ചില തകിടം മറിയാൻ പോകുക, തകിടം മറിയാൻ പോകുക, ചിലത് പരക്കം പായാൻ പോകുക. ഓ ചിലത് വെട്ടേക്കുകയാ, ചിലത് വെട്ടേക്കുകയാ, അത് ഇടിക്കാൻ പോകുകയാ. ഒരു യവത്തപ്പം ഇടിക്കുന്നത് പോലെ. ഓ ഹല്ലേലൂയ. ഞാൻ പിന്നീട് അതുവഴി പോയപ്പോ നോക്കി, അന്ന് ആ തഴച്ചു നിന്നത് ഉണ്ടോ എന്ന്. പക്ഷെ പിന്നീട് അതിനെ അവിടെ കണ്ടില്ല. പറഞ്ഞേ, പിന്നെ അതിനെ കണ്ടില്ല. ആരിച്ചു പറക്കി നോക്കിയാ പിന്നെ കാണത്തില്ല. കാരണം അവൻ ഇരുന്നെന്ന്, അവൻ ഇരുന്നാൽ ചിലത് പോകുമെന്ന് ഇന്ന് പകൽക്കാലം അവൻ ചലിച്ചോണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അവൻ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാപത്തിന് പൂർണ്ണ പ്രായശ്ചിത്തം വരുത്തി നമുക്ക് സ്വർഗത്തിന്റെ പറുദീസ തുറന്ന് കയറി ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, മോനെ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുക, നീ എൻ്റെ വലതുഭാഗത്തൊന്ന് ഇരുന്നേ. അപ്പൊ പുത്രൻ ചോദിച്ചു, നീ എത്ര നാളിരിക്കണം? നിന്റെ ഒടുക്കത്തെ ശത്രുവിനെ എന്റെ പാദപീഠമാക്കുന്നത് വരെ. ഒടുക്കത്തെ ശത്രുവിനെയും ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്റെ ഒടുക്കത്തെ ശത്രുവിനെയും എന്റെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. ഓ ജമനജാല വൈഡമാന ധിവര വംശ സംദരേ. അപ്പൊ ഈ യോഗൻ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങയെ കുറിച്ച് എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടേ? അപ്പൊ ഞാൻ എന്തോ എഴുതണം. ഉടനെ പറഞ്ഞു, ഇരുന്നവനും ഇപ്പൊ ഇരിക്കുന്നവനും വരുന്നവനും എഴുതണമെന്ന് പറഞ്ഞു. ഇരുന്നവനും ഇരിക്കുന്നവനും നല്ല സ്വോത്രം പറയണം. പോരടാ, മരിച്ചവരിൽ ആദിജാതൻ. പോരടാ, ഭൂരാജാക്കന്മാരിൽ അധിപതി. പോരാ, ആൽഫയും ഒമേഗയും. ഓ യഹൂദ ഗോത്രത്തിലെ സിംഹം. ഹല്ലേലൂയ. ദാവീദിന്റെ വേരും കൊമ്പും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ഹല്ലേലൂയ.
ഓ ജയം ജയം ജയം. ഹല്ലേലൂയ. പോരെ മോനെ, എഴുതടാ. എടാ, ശുഭ്രമായ ഉദയ നക്ഷത്രം, വിശ്വസ്തനും സത്യവാനും ദൈവവചനം എഴുത്. ആമീൻ എന്ന് പേരുള്ളവൻ ഇന്ന് രാവിലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 20ാമത്തെ പകൽ അവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റെടുക്കുന്നവര് മാത്രം, ഏറ്റെടുക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. ഓ കൃപ 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 കൃപ. ഒന്ന് എഴുന്നേറ്റ് ആരാധിച്ചു, ഒന്ന് എഴുന്നേറ്റ് ആരാധിച്ചു. എല്ലാവരും ആരാധിച്ചു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പോൽ വ്യക്തമായി സ്വർഗം ഇടപെടുകയാണ്. ചില ആഴമായ വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 6 പ്രത്യക്ഷതകൾ നൽകിയവൻ ഈ ദിവസങ്ങൾ ഒന്നിൽ കോടാനുകോടി ദൂതന്മാരുമായി മേഘത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യോഹന്നാൻ പത്മോസിൽ വെളിപ്പെട്ടവൻ തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാണ്. തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാൻ കാണും ആ പ്രത്യക്ഷതയെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊന്ന് ചേർത്തടിച്ചേ. ഒരു നിമിഷം ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ആ കണ്ണുകൾ അടയ്ക്കുക. നല്ല കർത്താവേ, അങ്ങ് അയച്ചു, അങ്ങ് തന്നു, കൈമാറി. വചനം നിന്റേതാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണ്. ആ വചനത്തിന്റെ വിടുതൽ നിന്റെ കുഞ്ഞുങ്ങൾ ഈ ആലയം വിട്ട് പടിയിറങ്ങും മുമ്പേ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ മക്കളെയും നിന്റെ അഭിഷേകത്തിന് വിശേഷാൽ നിങ്ങളുടെ വിലപ്പെട്ട ഭൃത്യനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദേശത്ത് നൃത്തത്തിൽ നിന്ന് വാദിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചതിന്മേൽ ജയമെടുക്കുകയാണ്.